ഹലോ ഗുഡ് ഈവനിങ് എവ്രി വൺ. എന്തൊക്കെയുണ്ട്? അപ്പൊ നമ്മളെ യൂണിക് ടോക്ക് 50 ആണല്ലോ ഇന്ന്. 50-ാമത്തെ യൂണിക് ടോക്കാണ്. 50 ആഴ്ചകളായി കണ്ടിന്യൂസ് ആയി നമ്മൾ നടത്തി വരുന്നതാണ്. ഇപ്പൊ നമുക്കൊരു ഫീൽ ഉണ്ട് കേട്ടോ. ഓ, 50 ആഴ്ചയായില്ലേ, കൺസിസ്റ്റന്റ് ആയി ഇതുവരെ നമ്മൾ മുടക്കിയിട്ടില്ല. നൈറ്റ് പറ്റാത്താണെങ്കിൽ രാവിലെ ഒക്കെ എടുത്തിട്ട് നമ്മളിത് എന്താ പറയുക, സെഷൻ കൊടുത്തിട്ടുണ്ട്. കടമ്പ തീർക്കുക എന്നുള്ള രീതിയിൽ ചെയ്തതല്ല കേട്ടോ. ഓരോ ടോപ്പിക് എടുത്ത് ഡിസ്കസ് ചെയ്ത് ടൈം എടുത്ത് തന്നെ നമ്മൾ ഓരോ കണ്ടന്റ് ഒക്കെ സെറ്റ് ആക്കിയ സെഷൻ എടുത്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ഉണ്ടായിരുന്നു 15th യൂണിക് ടോക്ക് എന്നായപ്പോ. അതിൽ നിന്ന് കുറെ പുതിയ പേരുകൾ കാണുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും സെഷനിലേക്ക് വെൽക്കം ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് തന്നെ ഇവിടെ കുറെ ഫോർമാലിറ്റി സംഭവങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അല്ല, ഏതെങ്കിലും മീറ്റിംഗിൽ ഹോസ്റ്റലിന്റെ വന്നിട്ട് പാർട്ടിസിപ്പൻസിന് ഓരോരുത്തരെയും അറ്റൻഡൻസ് വിളിക്കുന്ന പോലെ വിളിച്ച് വിശേഷം ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എങ്ങനെയാണ്, അതായത് നമ്മൾ ഫോർമാലിറ്റിന്റെ കാര്യമൊന്നുമില്ല. എല്ലാവരുടെ അടുത്തൊന്നും പഠിക്കുക, എല്ലാവരും എല്ലാവരും കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ എല്ലാവരുടെ നമുക്ക് എന്തൊക്കെയോ കിട്ടാനുണ്ട്. ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നിങ്ങൾ പൊതുവേ അത് ഞാൻ ഇത് പറയാൻ കാരണം, കുറെ പുതിയ പേരുകൾ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുമ്പോൾ ഇത് എന്താ ഇങ്ങനെ, ക്ലാസ് എടുക്കുന്ന ആൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ, ഇതിന്റെ മുന്നേ എന്താ ഇവിടെ എന്താ ഇത്ര ഫ്രീ ആയിട്ട്, ഇപ്പൊ ക്ലാസ് ഒന്നും ഇല്ലേ, വെറുതെ സംസാരിക്കാനുള്ള സ്പേസ് ആണോ? അങ്ങനെയൊന്നും അല്ലേ കേട്ടോ. നമ്മൾ ഓരോ ടോപ്പിക് ഡിസ്കസ് ചെയ്യാറ്, പക്ഷെ നമ്മളെ മോഡ് ഓഫ് പ്രസന്റേഷൻ ഇങ്ങനെയാണ് പോകുന്നത്. എല്ലാവരുടെ അടുത്തും ഫ്രീ ആയി, കംഫർട്ടായി, എല്ലാവരുടെ അടുത്തും ഫ്രണ്ട്ലി, അടിപൊളി, അല്ലാണ്ട് ക്ലാസ് എടുക്കുന്ന ആളെന്നുള്ള രീതിയിലോ വേറെ കാര്യങ്ങളിലൊന്നുമല്ല. ജസ്റ്റ് പുതിയതായി ജോയിൻ ചെയ്തവർക്ക് വേണ്ടി പറഞ്ഞു കേട്ടോ. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. അപ്പോഴല്ലേ നമുക്ക് ഒന്നും കൂടി ഇന്ററാക്ട് ചെയ്തിരിക്കാൻ പറ്റുക. നമ്മൾ എന്നും പറയുന്ന പോലെ നമ്മളെ അറ്റൻഷനെ ഇവിടെ കംപ്ലീറ്റ് കൊടുക്കണമെങ്കിൽ, ഇവിടുന്ന് പറയുന്ന കാര്യത്തിന് കംപ്ലീറ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 100% ഇവിടെ കൊടുക്കാൻ റെഡിയാവില്ലേ. അപ്പൊ യാത്രയിലോ മറ്റു തിരക്കിലോ ഒന്നും അല്ല എങ്കിൽ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. നമുക്ക് നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ കണ്ട് അടിപൊളി തന്നെ ക്ലാസ് എടുക്കാമല്ലോ. ഇന്നത്തെ ടോപ്പിക് ആരെയിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ? എന്നിട്ട് വീഴും മുമ്പേ, ഒരു മിനിറ്റ്. വിടരും മുമ്പേ. ആ, വിടരും മുമ്പേ വീഴാതല്ലേ? അല്ല, വാടരുതേ. നല്ല ആളാ സോറി നിങ്ങൾ എന്നിട്ട് ബാക്കിയുള്ളവരോട് ചോദിക്കുന്നത് നിങ്ങൾ ടോപ്പിക് നോക്കിനോന്ന്. സോറി സോറി. ഞാനാണ് ക്യാപ്ഷൻ ഒക്കെ ഉണ്ടാക്കിയത്. എനിക്ക് ടോപ്പിക് അറിയാം, പക്ഷെ ടേം പെട്ടെന്ന് വിട്ടുപോയി. ചെറുന്ന് കുറച്ച് സാഹിത്യം ഒക്കെ എടുത്തിട്ട് എന്നിട്ട് വിടരും മുമ്പേ വാടാതെ എന്നൊക്കെ പറഞ്ഞ് ടോപ്പിക് സാഹിത്യം എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്താന്നല്ല, ഒരു ബുക്കിൽ കണ്ടപ്പോ അങ്ങനെ ഇട്ട് എഴുതിയതാ. ഓക്കെ ഓക്കെ. അല്ല, ഒരു സാഹിത്യ ഭാഷയിലാണല്ലോ അത്. പെട്ടെന്ന് നോർമലി നമ്മളൊരു ക്ലാസ്സിന്റെ ടോപ്പിക് വിടരും മുമ്പേ വാടാതെ ഒന്നും കേൾക്കലില്ലല്ലോ. എനിവേ, ആ ഒരു തീമിലാണ് പോകുന്നത്. നമ്മളെ ലൈഫിൽ ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണിത്. നമ്മൾ പല ആക്ഷൻസ് എടുക്കുമ്പോൾ പലതും നമ്മളെ ബാക്കോട്ട് വലിക്കും, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ശരിയാണോ എന്നുള്ള രീതിയിൽ ഒരു ക്ലാരിറ്റി കുറവില്ലതുണ്ടാവും. അപ്പൊ അതൊക്കെ മാറ്റി നടക്കുന്ന പ്രോസസ്സിനെ കൂടുതലായി നമ്മളെ ലൈഫിൽ ഇപ്പൊ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ഓൺഗോയിങ് ലൈഫിനെ കൂടുതലായി മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആവുന്ന സെഷൻ ആയിരിക്കും ഡീപ്പറായി തന്നെ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. നമ്മൾ റമീഷ മാം ഒക്കെ വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്. താങ്ക് യു മാം. വേറെ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. എന്നാൽ നമുക്കും ലൈവായി ഇന്ററാക്ട് ചെയ്ത് പോവാലോ. ഒന്ന് എല്ലാവരും സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നതോടൊപ്പം അഫീൽ സർ നമുക്ക് ക്ലാസ് എടുക്കാൻ ഇൻവൈറ്റ് ചെയ്യാം. വെൽക്കം സർ. താങ്ക് യു വിഷ്ണു, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആ വെൽക്കം കേട്ടാൽ തന്നെ ആരും ക്ലാസ് എടുത്തു പോകും. താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇത് നമ്മളുടെ ടീം മെമ്പർ ആണ്. 50 ആഴ്ചകളായിട്ട്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ടീം ലീഡറിന് ഒരു ആറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. 50 ആഴ്ചകളായിട്ട് നമ്മള് യൂണിക് ടോക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാ ശനിയാഴ്ചകളിലും 8 മണിക്ക് നടത്തുന്നുണ്ട്. അപ്പൊ അതിലെ ഒരു 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 സ്ട്രിക്ട്നെസ്സും ഇല്ലാതെ ഇത്രയും ഒരിപ്പം 50 ആഴ്ച പറഞ്ഞാല് 365 ദിവസമല്ലേ ഒരു വർഷം. 350 ദിവസമായി. ദാറ്റ് മീൻസ് 350 ദിവസത്തില് ഒരാഴ്ച ഒരു ക്ലാസ് ഫ്രീ ആയിട്ട്. അപ്പൊ അതിൽ എൻ്റെ ഭാഗമായിട്ട് എല്ലാത്തിലും സപ്പോർട്ട് ചെയ്ത് എല്ലാ ഗൈഡൻസും കാര്യങ്ങളും തന്ന് മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് 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 നന്ദി. താങ്ക് യു സോ മച്ച് വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ ഇവിടെ ഓരോരുത്തരോടും നിങ്ങളെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ചെറിയൊരു ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നതിന് ഒരുപാട് താങ്ക് യു. ഇവിടെ റമീഷ മാം ഒക്കെ ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്തതാണെങ്കിലും അവിടെ വീഡിയോ മോഡിലൊക്കെ വന്നിട്ടുണ്ട്. സോ ഹാപ്പി ടു സീ ദാറ്റ്. ഇനി ഓരോരുത്തർ നമ്മള് സാധാരണ എല്ലാ ക്ലാസ്സുകളിലും ചോദിക്കുന്ന പോലെ തന്നെ ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണെന്നൊന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഒന്ന് താഴെ കമന്റിൽ മെൻഷൻ ചെയ്താൽ മതി. അറിയാം, ഗോഡ്വിൻ ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് പോയാ ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണെന്നൊന്ന് താഴെ കമന്റിൽ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ. സെയ്ഫ് ഫ്രം മലപ്പുറം, റമീഷ മലപ്പുറം, ഷാന ബാനു മലപ്പുറം, ഷാസ് കണ്ണൂർ,
ഫാത്തിമ ഹമീദ് കണ്ണൂർ, തമസ്ക കാലിക്കറ്റ്, ഫാത്തിമ സൂറ കാസർഗോഡ്, ഷിബ്ന വയനാട്, അസ കണ്ണൂർ. താങ്ക് യു സോ മച്ച് ഫോർ റെസ്പോണ്ടിങ്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് 5 ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആൾക്കാരുണ്ട് അല്ലേ? 5 കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, കാസർഗോഡ് 5 റെഡിയാണ്. മിസ്സിംഗ് ബാക്കിയുള്ളവരും എനിക്കൊന്ന് സാധാരണ നമ്മൾ 8:15 തുടങ്ങി 8 മണിക്ക് തുടങ്ങിയപ്പോൾ സാധാരണ കാണുന്ന ആൾക്കാരെ കുറച്ചാളെ മിസ്സിംഗ് ഉണ്ടല്ലോ. ചിലപ്പോൾ തിരക്കിലായിട്ടായിരിക്കും. ഏതായാലും താങ്ക് യു സോ മച്ച്. നമ്മള് ഇന്ന് ഇന്നത്തെ ടോപ്പിക് കേട്ട സമയത്ത് എന്താണ് ഫീൽ, ആർക്കെങ്കിലും എന്തെങ്കിലും അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഷിബിന മാമും വീഡിയോ മോഡിലൊക്കെ വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ആർക്കെങ്കിലും വിടരും മുമ്പേ വാടരുതേ എന്നുള്ള സംഭവം കേൾക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? നിങ്ങൾ ചിലപ്പോൾ ആ ടോപ്പിക് കണ്ടിട്ടൊന്നും ജോയിൻ ചെയ്തായിരിക്കില്ല. ഏതെങ്കിലും ലിങ്ക് കണ്ടപ്പോ ഗ്രൂപ്പിൽ കണ്ടപ്പോ കയറി നോക്കിയായിരിക്കും എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. വിടരും മുമ്പേ വാടരുതേ എന്നാണ് ഇന്നത്തെ ടോപ്പിക്. അത് കേൾക്കുന്ന സമയത്ത് എന്താ ഫീൽ ചെയ്യുന്ന ഓരോരുത്തർക്കും? ആരെങ്കിലും ഒരാൾ പറഞ്ഞാലൊരു സന്തോഷമായിരുന്നു. ചെറിയ ചെറിയ റമിഷ പറഞ്ഞോളൂ. നമ്മള് എന്തെങ്കിലും കാര്യത്തില് പ്രവർത്തിക്കാൻ നമ്മൾ തളരാതെ ചെയ്യണം എന്ന് തോന്നും. എന്താ വിഷയം പറഞ്ഞ ഓടി എനിക്ക് ഇവിടെ ചെറിയ കട്ടായിപ്പോയി. നമ്മൾ എന്തെങ്കിലും ചെയ്യാനോ എന്തിനൊക്കെ നിൽക്കുമ്പോ നമ്മൾ അത് ചെയ്യണം, അത് തളരാതെ നമ്മൾ മുന്നോട്ട് പോകണം, വാടാൻ നിൽക്കരുത് എന്നൊരു തോന്നും. ഓക്കെ താങ്ക് യു. ഏതായാലും റെസ്പോണ്ട് ചെയ്തത് ഒരുപാട് സന്തോഷം. കറക്റ്റ് ആൻസർ ആണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അതിന്റെ ചിന്തകൾ വരിക. അപ്പോ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാധാരണ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മെഡിറ്റേഷൻ ആണ് ചെയ്യാറുള്ളത്. അതിന്റെ മുന്നേ എനിക്കിങ്ങനെ ഇന്ന് ഫീൽ ചെയ്തത് എന്താ അറിയോ? ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞല്ലോ 50 ആഴ്ചകളായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ 4 ഫെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത് 15 മാച്ചുകൾ ഓൺലൈനിൽ റൺ ചെയ്ത് കാര്യങ്ങളൊക്കെ തുടക്കം എവിടുന്നായിരുന്നു? ഞാനിങ്ങനെ ആലോചിക്കും. എന്റെ ജീവിതം ഒന്ന് അശംന മാം വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്. താങ്ക് യു. അപ്പോ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയിരുന്നു എവിടുന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ടീം മെമ്പേഴ്സ് വന്നതും പ്രോഗ്രാംസ് വരുന്നതും ഒക്കെ. അപ്പൊ എനിക്ക് ആദ്യം തന്നെ തോന്നി ചിലപ്പോ ചില ആൾക്കാരൊക്കെ മെഡിറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ലീവ് ആവുന്നോ വളരെ ചുരുക്കം ആൾക്കാർ ലീവ് ആവുന്ന കാണാറുണ്ട്. അപ്പൊ അതിന്റെ മുന്നത്തിന് എനിക്ക് അതൊന്ന് ഷെയർ ചെയ്യണം തോന്നി. മിസ്സിനെ വിചാരിക്കുന്നുണ്ടാവും എന്താക്കി പഠിച്ചാണ് പോയി ആൾ കാണിക്കാൻ പോണത്. വേറൊന്നുമല്ല, ഞാൻ ഈ വീഡിയോസും ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുമ്പോ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ എല്ലാത്തിലും വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല മനുഷ്യന്മാരും ഒക്കെ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തുടക്കക്കാരനെ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഒരാളെ കളിയാക്കാൻ പാടില്ല എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് ഞാൻ ഫസ്റ്റത്തെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഫസ്റ്റത്തെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ കുടുംബക്കാര് എന്നെ വിളിച്ച് ചീത്ത പറയുകയും കളിയാക്കുകയും മാം താങ്ക് യു കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത്. അല്ല, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, എൻ്റെ വീഡിയോന്റെ ക്വാളിറ്റി അത്ര ഉഷാറായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പൊ ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ആ തുടക്കക്കാരന്റെ ആ ഒരു ശ്രമം ഉണ്ടല്ലോ, ഉള്ളത് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട്. ഈ നന്ദിയെ കുറിച്ച് പറയുന്ന സമയത്ത് പോലും, ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് പോലും നമ്മൾ എല്ലാത്തിനും താങ്ക് യു ഗോഡ്, അൽഹംദുലില്ലാ എന്ന രീതിയിൽ പറയുന്നതിന് പകരം നമ്മൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള കഴിവുകളും ഉള്ള കാര്യങ്ങളും ലൈഫിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് അതും ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ ഇങ്ങനെ എനിക്ക് വീഡിയോസ് ചെയ്യണം അങ്ങനത്തെ ഒരു ക്ലാസ് എടുക്കണം, അല്ലെങ്കിൽ ഒരു കോച്ചായി മാറണം, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്തതാട്ടോ. അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ തുടങ്ങാനിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. എനിക്ക് ഐഫോൺ കിട്ടിയിട്ട് തുടങ്ങാം, നല്ല ക്യാമറയും എഡിറ്ററയും കിട്ടിയിട്ട് തുടങ്ങാം എന്നുള്ള രീതിയിലൊക്കെ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇപ്പം വീഡിയോസ് എടുക്കുന്ന കാര്യം മാത്രമല്ല, ഏതെങ്കിലും മേഖലകളിൽ
ഞാൻ ഒന്നും കൂടി ഉഷാറായിട്ട് തുടങ്ങാം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം കേട്ടോ. വേറെ ആരും ഒന്നും ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ കാണിച്ചു തരാം. എന്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ അത്. അതിന്റെ വോയിസ് ചിലപ്പം കേൾക്കുന്നുണ്ടാവില്ല. ഞാൻ കാണിച്ചു തരുതാ. ഇതാണ് ഈ കോലത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 3 വർഷമായി. ആ ഒരു സിറ്റുവേഷന് ഇപ്പം ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ സെഷൻസ് എടുക്കുന്നതൊക്കെ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഈ ഒരു മോഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അത് കാണിക്കാൻ കാരണം എന്താ അറിയോ? ആ തുടങ്ങിയ സമയത്ത് എനിക്ക് എഡിറ്ററോ എൻ്റെ കയ്യിൽ ഐഫോണോ അല്ലെങ്കിൽ നല്ല ക്യാമറയോ ഒന്നും ഇല്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മെല്ലെ 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 ഞാൻ ഉള്ളത് വെച്ച് എൻ്റെ കയ്യിലുള്ള സാംസങ് ഫോൺ വെച്ചൊരു വീഡിയോ എടുത്ത്, പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയൂല. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ലൈഫ് സ്റ്റോറി ആയിരുന്നു ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പൊ അത് ഞാൻ ഇപ്പോഴും അത് ഡിലീറ്റ് ആക്കാണ്ട് ഇപ്പോഴും ചില ആൾക്കാർ ഇപ്പൊ മെസ്സേജ് അയച്ചിട്ട്, ഈ അടുത്ത് പരിചയപ്പെട്ട ആൾക്കാരൊക്കെ യൂട്യൂബിൽ കയറിയിട്ട് ഈ വീഡിയോ കാണുമ്പോൾ ഇത് അയച്ചിട്ട് എന്നെ കളിയാക്കാറുണ്ട് എപ്പോഴും. പക്ഷെ ഞാനത് ഡിലീറ്റ് ആക്കാതെ അവിടെ തന്നെ വെച്ചതാ. കാരണം എന്താ പറയുക, ഞാൻ എവിടുന്നാ വന്നത് എന്ന് എനിക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വന്ന വഴി മറക്കരുതെന്ന് പറയാറില്ലേ, ആ രീതിയിൽ നമ്മൾ ഒന്നും ഇല്ലാത്തോടത്ത് നിന്ന് മെല്ലെ തുടങ്ങി മെല്ലെ 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 ഓരോ ദിവസവും ചെറിയ 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 ഇമ്പ്രൂവ്മെന്റ് വന്നതിന് ശേഷമാണ് നമ്മൾ ഇപ്പോഴുള്ള ലെവലിലേക്ക് എത്തിപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത. എന്താ സംഭവം, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മളെ സെൽഫ് കമ്പയർ ചെയ്യുക ആരോ ആയിട്ടാണറിയോ, ആ ഫീൽഡിലെ ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ടാണ് നമ്മൾ അറിയാതെ കമ്പയർ ചെയ്തു പോവുക. ഇപ്പം റിയാസ് ഹക്കീം സാറിനെയും അല്ലെങ്കിൽ അഭിഷാദ് ഗുരുവായൂരിന്റെ ഒക്കെ പോയിട്ട്, ഓ എനിക്ക് അങ്ങനൊക്കെ ആയിട്ട് ഞാൻ തുടങ്ങാം, അങ്ങനെ സംസാരിക്കാനൊക്കെ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ തുടങ്ങാം എന്നുള്ള രീതിയിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കൽ തന്നെ ഉണ്ടാവും ജീവിതകാലം മൊത്തം. ഇങ്ങനെ ഓരോ ദിവസവും റിഗ്രറ്റുമായിട്ട് എന്താ സംഭവം എന്നറിയോ, നമ്മള് എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് തുടങ്ങി നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഫെയിൽ ആയേക്കാം, ചിലപ്പോൾ നമ്മൾ അതിൽ ഫെയിൽ ആയേക്കാം, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങിയേക്കാം. പക്ഷെ എന്താ സംഭവം അറിയാം, ലൈഫിൽ ഏറ്റവും വലിയ വേദന നമുക്ക് ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരും എപ്പോഴാ അറിയോ, നമ്മളിപ്പം എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടൊക്കെ ഇങ്ങനെ കിടക്കാൻ വിചാരിക്കുക, മരണക്കിടക്കയിലാന്ന് വിചാരിക്കുക, കുറച്ച് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടാന്ന് കൂട്ടാം. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടെന്നറിയോ, അന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഐഡിയകളും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നല്ലോ, എൻ്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്താനൊക്കെ പറ്റുന്ന രീതിയിൽ. അന്ന് ഞാനത് ശ്രമിച്ചു പോലും നോക്കിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. നമുക്കത് മരണവേദനയേക്കാൾ കൂടുതൽ നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു കാര്യമായിരിക്കും എന്ത്, ഓ എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കില്ല. ശ്രമിച്ചു നോക്കിയാൽ എന്തുണ്ട്, തോറ്റാലും ജയിച്ചാലും, ജയിക്കണമെങ്കിൽ തോൽക്കാനേ ഒരു പണിയില്ല. അത് മീൻസ് ഞാൻ ഉദ്ദേശിച്ച വെച്ചാല്, ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ തോൽവിയോ അല്ലെ ജയോ അല്ലെ എന്തായാലും ഉണ്ടാവുക. അപ്പൊ ഒരു പ്രാവശ്യം തോറ്റാൽ പിന്നെയും ശ്രമിച്ചു നോക്കുക. പിന്നെ അപ്പൊ ആൾക്കാർ നമ്മൾ പറയില്ലേ, ജയിക്കുന്നവരെ ശ്രമിക്കാന്ന് പറയാറില്ലേ. അപ്പൊ ഞാൻ ഇത് ഈ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്താലോ? ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ, ദാറ്റ് മീൻസ് ഞാൻ ഒന്നും കൂടി ഉഷാറായിട്ട് തുടങ്ങാം എന്നുള്ള രീതിയിൽ നോക്കിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ദാറ്റ് മീൻസ് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, യെസ് നോ എന്തെങ്കിലും പറഞ്ഞത്. ചില ആൾക്കാരുണ്ട്, റമീഷ മാം ഒക്കെ പറയുന്നുണ്ട്, കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഡെപ്തിൽ ഒന്ന് പഠിക്കാന്നല്ല, ഒരു ചെറിയൊരു സ്റ്റോറിയാണ്, എന്റെ സ്റ്റോറി അല്ല, വേറൊരു എല്ലാവരും അറിയുന്ന ഒരാളുടെ സ്റ്റോറിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് മെഡിറ്റേഷന് ശേഷം. സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ മെഡിറ്റേഷൻ്റെ ഒക്കെ ഫുൾ ആൾക്കാർ നിൽക്കും. മുനീറ മാം പറയുന്നത് യെസ്. ഓക്കെ, അപ്പൊ ഏതായാലും ചെറിയൊരു മ്യൂസിക് പ്ലേ ചെയ്യാം. മെഡിറ്റേഷൻ.
മ്യൂസിക് ഓഡിബിൾ ആണോ? ആരെങ്കിലും ഒന്ന് കമന്റിൽ ഓക്കെ ആണ്. കണ്ണുകൾ ഇടതു കൈക്ക് മുകളിൽ വലതു കൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കാം. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തു വിടാവുന്നതാണ്. Breathe in, hold on, and breathe out. Breathe in, hold on, and breathe out. Breathe in, hold on, and breathe out. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. മെല്ലെ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തെ ആദ്യമായി നിങ്ങൾക്ക് കാണാനുള്ള കഴിവിനെ നന്ദി പറയുക. നിങ്ങൾ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് കണ്ട കാഴ്ചകളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ റൂമിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് സ്പർശിക്കാൻ, കാര്യങ്ങൾ തൊട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിന് നന്ദി പറയും. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ശരീരം കസേരയിൽ തൊടുന്ന ഭാഗവും നിങ്ങളുടെ കൈകൾ വെച്ച ഭാഗവും തറയിൽ തൊടുന്ന കാൽപാദം, കവിളിൽ തൊടുന്ന തലമുടി, കാലിലെ പാദസരം തുടങ്ങി എല്ലാം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. അടുത്തതായി നിങ്ങളുടെ കേൾവി ശക്തിക്ക് നന്ദി പറയുക. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മെഡിറ്റേഷൻ, അതിൻ്റെ കൂടെ ഉള്ള മ്യൂസിക്, നിങ്ങളുടെ റൂമിലുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു ശബ്ദങ്ങൾ, ഫാൻ കറങ്ങുന്ന ശബ്ദം, വെള്ളം ഒഴുകുന്നതിൻ്റെ ശബ്ദം തുടങ്ങി എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് സ്മെൽ ചെയ്യാനുള്ള കഴിവിന് നന്ദി പറയുക. ചുറ്റുമുള്ള 2 ഗന്ധങ്ങളെ അറിയാം.
ചിലപ്പോൾ നിങ്ങളുടെ റൂം ഫ്രഷ്നറിന്റെ സുഗന്ധമായിരിക്കാം. നിങ്ങളുടെ പെർഫ്യൂമിന്റെ സുഗന്ധമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലുള്ള സ്മെല്ലായിരിക്കാം. അപ്പോൾ അടുക്കളയിൽ നിന്നും വരുന്ന സ്മെല്ലായിരിക്കാം. അടുത്തതായി രുചിക്കാനുള്ള കഴിവിന് നന്ദി പറയുക. നിങ്ങൾ അവസാനമായിട്ട് കഴിച്ച ഭക്ഷണത്തിന്റെ രുചി, അല്ലെങ്കിൽ കുടിച്ച വെള്ളമോ ജ്യൂസോ ചായയോ അതിന്റെ രുചി നിങ്ങളുടെ മനസ്സ് ശാന്തമാവുകയാണ്. നിങ്ങളുടെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും പൂർവാധികം ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷം നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടതായി നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വീട്, കുടുംബം, കുട്ടികൾ എല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാം. അവരുമായുള്ള ഇടപെടലുകൾ നിങ്ങൾ നന്നായി ആസ്വദിക്കുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പരിപൂർണ തൃപ്തിയും സന്തോഷവും അനുഭവിക്കുന്നു. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങൾ, മനോഹരമായ നിങ്ങളുടെ ഓഫീസ് കെട്ടിടം, നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, സ്ഥാനക്കയറ്റങ്ങൾ എല്ലാം വ്യക്തമായി നിങ്ങൾക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങളും പ്രശംസകളും വ്യക്തമായി നിങ്ങൾക്ക് കേൾക്കാം. ആഡംബര സൗകര്യങ്ങളോട് കൂടിയ നിങ്ങളുടെ മുറിയിൽ സുഖമായി കിടക്കുന്നത് നിങ്ങൾ ആസ്വദിക്കും. ഏറ്റവും സ്വാദേറിയ ഭക്ഷണത്തിന്റെ രുചി നിങ്ങളുടെ നാവിലുണ്ട്. കുറച്ചു സമയം നിങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എന്നിൽ ധാരാളം ഊർജമുണ്ട്. എന്നിൽ നിന്നും സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു. ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷകമായ കഴിവ് എനിക്കുണ്ട്. എൻ്റെ ഉള്ളിൽ ദിവ്യ സ്നേഹവും സൗഖ്യവും
സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു. എന്തും ചെയ്യാനുള്ള സർഗശക്തിയും പ്രാഗൽഭ്യവും എനിക്കുണ്ട്. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാകുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ശരീരാവയവങ്ങളും കുടുംബവും സമ്പത്തും വിദ്യാഭ്യാസവും ജോലിയും ബിസിനസ്സും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യം, ഓരോ നിമിഷത്തിലും ശ്വാസം എടുക്കാനും ഭക്ഷണം കഴിക്കാനും രക്തം നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്നതിനും ദഹന പ്രക്രിയ നടക്കുന്നതിനും തുടങ്ങിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും തലച്ചോറും ഹൃദയവും പ്രവർത്തിക്കുന്നതിനും നട്ടെല്ല് പ്രവർത്തിക്കുന്നതിനും ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു കുപ്പി വെള്ളം പോലും വാങ്ങിക്കുടിക്കാൻ കഴിവില്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരുള്ള ഈ ലോകത്ത് അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതെ ജീവിതത്തിൽ അനുഗ്രഹീതമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നതിൽ ഓരോരുത്തരും ഹൃദയം നിറഞ്ഞ നന്ദി സൃഷ്ടാവിലേക്ക് അറിയിക്കുക. പടച്ചവനോട്, നമ്മുടെ ക്രിയേറ്ററോട് അറിയിക്കുക. താങ്ക് യു, താങ്ക് യു ഗോഡ്, താങ്ക് യു, താങ്ക് യു ഗോഡ്. നിങ്ങൾ കൂടുതൽ സന്തോഷമുള്ളയാളാകും. നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. മെല്ലെ ദീർഘശ്വാസം എടുത്തു വിട്ട് കൈകൾ രണ്ടും കൂട്ടിത്തിരുങ്ങി മുഖത്ത് വെച്ച് ചെറുപുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കാം. താങ്ക് യു. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരിട്ടോ. ആർക്കെങ്കിലും മെഡിറ്റേഷൻ കണക്റ്റ് ആയിരുന്നോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഫീൽ ചെയ്തത് മെഡിറ്റേഷൻ ചെയ്ത സമയത്ത്? ആരെങ്കിലും എന്തെങ്കിലും? ഓക്കെ, ആർക്കും ഒന്നും പ്രത്യേകമായിട്ടൊന്നും പറയാനൊന്നുമില്ല എന്നാ? നമ്മുടെ ആളുണ്ടല്ലോ ഇവിടെ. ഷമീമ മാം, ഗുഡ് ഈവനിങ്. ഫീലിംഗ് റിലാക്സ്ഡ്. താങ്ക് യു, താങ്ക് യു. ഷമീമ മാം, എളുപ്പം ജോയിൻ ചെയ്താ തോന്നുന്നു അല്ലേ? യെസ്, ഇപ്പൊ കേറിയിട്ടേ ഉള്ളൂ ഞാൻ. കേറിയപ്പോ തന്നെ ഞങ്ങളെ കണ്ടിക്കുന്നു. ഓ, ഫീലിംഗ് സോ റിലാക്സ്. താങ്ക് യു സോ മച്ച്. ഏതായാലും വിടരും മുമ്പേ വാടരുതേ എന്നായിരുന്നു ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. ഞാനിപ്പം മെഡിറ്റേഷന് മുന്നേ ഞാൻ ആദ്യം ചെയ്ത വീഡിയോയും ഇപ്പം കറന്റ്ലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഫോർമാറ്റ് ഒക്കെ കാണിച്ചെന്നല്ലോ. അതേപോലെ തന്നെ ദുബായിൽ ഇപ്പം 3 വർഷം മുന്നേ UAE-യിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു ഇന്റേണൽ ഓഡിറ്റർ ആയിട്ട് ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ അവിടുന്ന്
എനിക്കിങ്ങനെ മൈൻഡിൽ വരികയാണ്. അപ്പം അവിടെ തന്നെ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ തുടങ്ങി, നാട്ടിലേക്ക് മലയാളത്തിലെ ക്ലാസ്സുകൾ എടുത്ത് തുടങ്ങി. ഫസ്റ്റ് ബാച്ച് റൺ ചെയ്ത്, രണ്ടാമത്തെ ബാച്ച് റൺ ചെയ്ത്. അപ്പൊ പിന്നെ എനിക്കിങ്ങനെ തോന്നി നാട്ടിൽ ഇപ്പം, അതിന്റെ മുന്നേ അതിൽ ചെറിയ ഒന്ന് രണ്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ നാട്ടിൽ ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട്, ആളുടെ പേര് ജെറിൻ എന്നാണ്. അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതായിരുന്നു, എൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അവരെന്നോട് ചോദിച്ച ചോദ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്തിനാ അഫ്സല ഈ ഇങ്ങനെ ഒരു നല്ലൊരു ജോലിയൊക്കെ ഇട്ടേച്ച് ഇങ്ങനെ ഈ നാട്ടിൽ പോയിട്ട് എന്താ ഈ ചെയ്യാൻ പോണത്? നാട്ടിൽ ഇത്ര ശമ്പളമുള്ള ജോലിയൊക്കെ കിട്ടുമോ? ഇത്ര വരുമാനമൊക്കെ കിട്ടുമോ? എന്താ ഈ ചെയ്യാൻ പോകുന്നത്? അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. ഞാനിപ്പോ ഇങ്ങനെ ഈ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഇങ്ങനെ ആലോചിച്ചതാണ്. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ അവരോട് പറഞ്ഞത്, എന്തായാലും എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഓൾറെഡി വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം, യൂണിക്നെസ് പ്രോഗ്രാംസ് നടത്തണം, ഇങ്ങനെ കോച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം, ബിസിനസ് റൺ ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ഞാൻ ഇപ്പോ ഇവിടെ നിർത്തിയിട്ട് ഞാൻ ആ പരിപാടിക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരുപാട് വർഷങ്ങൾ കഴിയുന്ന സമയത്ത് ഞാൻ ആ റിഗ്രറ്റ് ഫീലോടുകൂടി ഞാനത് ട്രൈ ചെയ്തില്ലല്ലോ, ട്രൈ ചെയ്യാൻ പോലും ഞാൻ ശ്രമിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെൻഷനോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങളോളം ചിലപ്പോൾ ഞാൻ ആ ഒരു ടെൻഷനും കൊണ്ട് നടക്കേണ്ടി വരും. പക്ഷെ അഥവാ ഇപ്പൊ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് അഥവാ ഇത് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് വീണ്ടും ജോലിയിലേക്ക് തന്നെ വരാലോ. ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഏത് സമയത്തും ആണെങ്കിലും ജോലിയിലേക്ക് തിരിച്ചു കയറാൻ പറ്റുന്ന ഒരു സാഹചര്യമാണല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഇപ്പൊ ഞാൻ ട്രൈ ചെയ്ത്, ഇപ്പൊ എന്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു ഗൈഡൻസ് പോലെ വന്നിട്ടുണ്ട്, ഇങ്ങനെ ജോലി നിർത്തിയിട്ട് വർക്ക് തുടങ്ങിക്കോളൂ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതേ പാറ്റേണിൽ പലരും ഇപ്പൊ ഇങ്ങനെ ഡിസിഷൻ എടുക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാനിപ്പോ എങ്ങനെയാ തുടങ്ങുക, ഉള്ളത് വെച്ച് തുടങ്ങണോ, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ കളിയാക്കോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തോറ്റുപോയാൽ മറ്റുള്ളവർ എന്നെ എന്താ പറയാ, ഇപ്പൊ ഉള്ള വരുമാനം കൂടി മുട്ടിപ്പോകൂലേ. ഞാൻ ഇന്നലെ നമ്മളെ ടീം മീറ്റിംഗിന്റെ സമയത്ത് ഒരു കാര്യം പറയുന്നത്, നമ്മളുടെ ഫസ്റ്റ് യൂണിക്നെസ് പ്രോഗ്രാമിന്, ഓൺലൈൻ പ്രോഗ്രാമിന് 2023 വന്നിട്ടുണ്ടായിരുന്ന ഒരാളുടെ, റാഷിദ് എന്നാ പേരിട്ടോ. അവര് ഒരു അല്ല, ഞാൻ എവിടെയുള്ള ആളാണെന്നൊന്നും പറയുന്നില്ല, കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞാലല്ലേ ഡിസ്ക്ലോസിങ് പ്രശ്നം വരുന്നുള്ളൂ. അപ്പൊ ആള് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത്, ആൾ അന്ന് ഒരു പാക്കേജിങ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഒരു നമ്മളെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ ഉണ്ടാക്കുന്ന, അതിങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. എനിക്ക് തോന്നുന്നു അന്നൊരു 15,000 എങ്ങാനും ശമ്പളത്തിലാണ് അന്ന് അവർ വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് ചെയ്യുന്ന ആള് യൂണിക്നെസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത്, ആള് ടൂൾസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തി, ഇന്റലിജൻസ് അസസ്മെന്റ് ഒക്കെ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള ആളായിരുന്നു ആള്. നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫി അതേപോലെയുള്ള എഡിറ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ നല്ല സ്കില്ലുള്ള ആയിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ആള് ചിന്തിച്ചിട്ടില്ലായിരുന്നു. ചെറുപ്പത്തിൽ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ സാഹചര്യങ്ങൾ വന്നപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ജോലിക്ക് കയറിയതായിരുന്നു. അപ്പൊ ഇതേ ആള് ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. രാവിലെ എണീക്കും, ഇപ്പൊ ജോലിക്ക് പോകണല്ലോ, ഇഷ്ടത്തോടല്ലല്ലോ ആ ജോലി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ജോലിയിൽ ആളിങ്ങനെ ആ പാക്കിംഗ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് അന്ന്, പിന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് നമുക്ക് ഐഡന്റിഫൈഡ് ആകുക, നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നത് ആൾക്ക് നല്ല ഫോട്ടോഗ്രാഫി സ്കിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോഗ്രാഫിയും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ, വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആൾ എന്ത് ചെയ്ത് മെല്ലെ അവിടുന്ന് അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അതിനുള്ള ഫണ്ടൊക്കെ മെല്ലെ മെല്ലെ ശമ്പളത്തിൽ നിന്ന് മാറ്റി വെച്ച് ക്രിയേറ്റ് ചെയ്ത് ഒരു 6 മാസത്തെ കോഴ്സിന് ജോയിൻ ചെയ്ത്, ഇവിടെ മുക്കത്ത് തന്നെയാണ് ജോയിൻ ചെയ്തത്, ഒരു ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ 6 മാസത്തെ കോഴ്സിന് ജോയിൻ ചെയ്ത് ഇപ്പം കറന്റ് അവർ എവിടെ വർക്ക് ചെയ്യണമെന്ന് അറിയാം. അവിടെ ഇപ്പൊ UAE 1,00,000-ലധികം ശമ്പളത്തോട് കൂടിയിട്ടാണ് ആ മനുഷ്യൻ വർക്ക് ചെയ്യുന്നത്. ഓരോ ദിവസവും എണീച്ച് ജോലിക്ക് പോകുമ്പോൾ നല്ല സന്തോഷത്തോടു കൂടി, എങ്ങനെ ഇന്നിപ്പോ ഞാൻ ഏത് വെറൈറ്റി ടൈപ്പ് ഓഫ് ഐഡിയകളാണ് പഠിക്കുക, എന്താണ് ഞാൻ ഫോട്ടോഗ്രാഫിയിൽ എന്ത് പുതിയ മെത്തേഡാണ് പഠിക്കുക, പുതിയ പുതിയ ട്രെൻഡുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നല്ല റിനോൺഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ തന്നെ, ഇപ്പം ആൾക്കിപ്പോ ചെറിയ പ്രായമുള്ള ഒരു 10-25 വയസ്സൊക്കെ ഉണ്ടാവും ഇപ്പൊ. അപ്പൊ ആള് ഇനി ഒരുപാട് സമയം കിടക്കുകയാണ്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള സമയത്ത് എന്താ പറയാ, ആ
പാക്കേജിങ് കമ്പനിയിൽ പോകുന്ന സമയത്ത് പുതിയ കാര്യങ്ങൾ അങ്ങനെ പഠിക്കാനും കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെ പാക്ക് ചെയ്യുക, ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, പോരുക എന്നുള്ളത്. പക്ഷെ ഇത് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു മേഖലയാവുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്നറിയോ? ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോഴേക്കുണ്ടല്ലോ വൻ റേഞ്ചിലേക്ക് അവർക്ക് എത്താൻ പറ്റും. കാരണം എന്താണ്, ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്യുന്നതിന്റെ പുറമെ ഡെയിലി അപ്ഡേഷൻസ് കൊണ്ടുവരാൻ ഇവരുടെ മൈൻഡ് ഇങ്ങനെ പറയും. ദാറ്റ് മീൻസ് നമ്മളങ്ങനെ ഒരേ സേഫ് സോണിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, കംഫർട്ട് സോണിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മൈൻഡ് സമ്മതിക്കില്ല. പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേഷൻസ് കൊണ്ടുവരും, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ നോക്കും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ 15,000 ആ സെയിം പാക്കേജിങ് കമ്പനിയിലാണ് അവരിപ്പോൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോയാൽ ചിലപ്പോൾ ഒരു 20,000 ശമ്പളമായി ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിച്ചു, ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് മാറിയ സമയത്ത് അത്രയും വലിയ ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റി. ഞാനിത് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്താണ് പറയുന്നത്. എല്ലാവരുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടു കൂടി, നല്ല ഇഷ്ടത്തോടു കൂടി, നല്ല പെർഫോമൻസോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ മേഖലകൾ ഉണ്ടാവും. അപ്പോൾ ആ ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇപ്പം ഞാനിപ്പോ വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിക്കൂലേ, ഞാൻ എന്ത് കണ്ടിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നത്, നീ എന്താ ആയത്? അപ്പൊ ഞാൻ ചോദിക്കുന്നത് അറിയാം, ഞാൻ എന്ത് കണ്ടിട്ട് വന്ന് വീഡിയോ, ഞാൻ ഇപ്പൊ തുടങ്ങിയ വീഡിയോ അല്ല ഫസ്റ്റ് കാണിച്ചെന്നില്ലേ, അത് എന്ത് കണ്ടിട്ടായിരുന്നു ഞാൻ അങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങിയത്? ഞാൻ എന്തോ മറ്റേ കുറെ പരിപാടി നടത്തിയിട്ടോ അല്ലെങ്കിൽ ഒന്നും അല്ലല്ലോ. നമ്മളുടെ ഒരു മനസ്സിലൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്, നമ്മൾ വീഡിയോയിൽ ഒരു കാര്യം വന്ന് പറയുകയും എന്നിട്ട് പുറത്ത് വേറെ രീതിയിൽ, പുറത്ത് ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിൽ വെറും കൂതറയാണെങ്കിൽ പ്രശ്നമാവട്ടോ. രണ്ട് സ്വഭാവം ആകുമ്പോ ഫ്രണ്ട്സ് തന്നെ വന്നിട്ട് ആവശ്യമില്ലാത്ത കമന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക. നമ്മള് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന അത് ഞാൻ ഉദ്ദേശിച്ച, ഞാനൊന്നും ഇതുവരെ ഒരു അലമ്പും കളിക്കാത്ത ആള് അങ്ങനൊന്നുമല്ല. പല തെറ്റുകളും പല കാര്യങ്ങളും ലൈഫിൽ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഈ പ്രോസസ്സിലേക്ക് ഈ ക്ലാസ് എടുക്കലും പരിപാടികളൊക്കെ തുടങ്ങിയതിന് ശേഷം എന്ത് ചെയ്തിട്ടില്ല, ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാവല്ലോ. അപ്പൊ അതൊക്കെ നിർത്തി വെക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ വന്ന് ഇത് പബ്ലിക് ആയിട്ട് ആർക്കും കയറാൻ പറ്റുന്ന ലിങ്കാണ്. ഇതിന്റെ ഇടയിൽ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ വന്നിട്ട്, അപ്സരെ ഈ പറയുന്നത് ഈ അന്ന് അങ്ങനെ ചെയ്തില്ലേന്നൊന്നും ചോദിച്ചാൽ ഭയങ്കര മോശമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമുക്ക് ആദ്യം നമ്മളെ കുറിച്ചൊരു ഗ്യാരണ്ടി വേണം. എങ്ങനെ നമ്മള് ആവശ്യമില്ലാത്ത കാലത്ത് അങ്ങനെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുകയോ നമ്മളെ പ്രോഗ്രാംസോ ഒക്കെ ആയിക്കോട്ടെ, ആരെയും ഇൻസൾട്ട് ചെയ്യാനോ ആരെയും കളിയാക്കാനോ അല്ലെങ്കിൽ ആരെയും നെഗറ്റീവിലേക്ക് കൊണ്ടുപോകാനോ ഒന്നുള്ള പ്രോഗ്രാംസ് അല്ല. ഓരോരുത്തരെയും അപ്ലിഫ്റ്റ് ചെയ്യാനും മൈൻഡ് ഒക്കെ ആക്കി എടുക്കാനും ഓരോരുത്തരുടെയും ബെസ്റ്റ് മേഖല മനസ്സിലാക്കി എടുക്കാനൊക്കെ പ്രോഗ്രാംസ് അല്ലേ. ഇതേപോലെ ഓരോരുത്തരുടെയും മൈൻഡിലുള്ള ഈ ഐഡിയകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ അടുത്ത ദിവസത്തേക്ക് ഇങ്ങനെ നീട്ടി വെച്ച് പോകുന്ന സ്വഭാവം മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് നമ്മളിപ്പം ഈ ആക്ഷൻസ് എടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്ന ഒരാളെ പറ്റി ഒന്ന് പറയാം. നിങ്ങൾക്ക് അറിയുന്ന സ്റ്റോറി തന്നെ ആയിരിക്കും ചിലപ്പോ. MA യൂസുഫ് അലി സാറിന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ലുലു ഗ്രൂപ്പ് ചെയർമാൻ ആരെങ്കിലും ഉണ്ടോ അറിയാത്തവരായിട്ട്? അത് കേരളത്തിലെ ടോപ്പ് റിച്ച് ആണ്, ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളാണ് യൂസുഫ് അലി സാർ. അപ്പോ ആളുടെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ആർക്കെങ്കിലും അറിയോ? എങ്ങനെയായിരുന്നു അവരുടെ? ഐ തിങ്ക് അവരൊരു കഫേയിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ എങ്ങാനും വർക്ക് ചെയ്യായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. കഫേ ആണോ ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു സംതിങ്. നിതാ മാം നമ്മളെ സ്റ്റാർ ഉണ്ട് ഇവിടെ, മാഷാ അല്ലാ. ഇതൊന്ന് വിളിക്കല്ലേ വാദിച്ചു, ഞാനിങ്ങ് ഇല്ലാണ്ടായി പോകുന്നു. ഇത് നമ്മള് JCA സൂപ്പർ സ്റ്റാർ ആണ് മിസ് നിത. ഓക്കെ, എനിക്ക് അതെ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനത്തെ ഒരു മീൻസ് അവരുടെ ഒരു ഫാമിലി ബിസിനസ് തന്നെ ഉണ്ടായിരുന്നു. മീൻസ് സാധാ വലിയ ബിസിനസ് ഫാമിലി അല്ല, ഒരു മീഡിയം ലെവലുള്ള ഒരു ബിസിനസ് ഫാമിലിയിലാണ് ആള് ജനിച്ചത്. ആള് എനിക്ക് തോന്നുന്നു ഒരു ഡിപ്ലോമ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഡിപ്ലോമയൊക്കെ എടുത്ത് പലചരക്ക് കട ഉണ്ടല്ലോ, ഗ്രോസറി സ്റ്റോർ ഹൈദരാബാദിലായിരുന്നു അവരുടെ ബിസിനസ് ഒക്കെ ഉണ്ടായത്. ചെറിയ ഷോപ്പാണ്. അപ്പൊ അവിടുന്നാണ് ആദ്യമായിട്ട് ബിസിനസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. അവിടുന്ന് ബിസിനസിനെ കുറിച്ചൊക്കെ പഠിച്ച് പിന്നെ അതിലൊരു ചെറിയ ഡിപ്ലോമ കോഴ്സൊക്കെ എടുത്ത് അതിനുശേഷം 1973 ദാറ്റ് മീൻസ് ഒരു 50 വർഷത്തോളായി. 50 വർഷം കഴിഞ്ഞില്ലേ? 52 വർഷമായി. 52 വർഷം മുന്നേ എവിടെ പോയിട്ടുണ്ട്? ഈ അബുദാബിയിലേക്ക് കപ്പൽ കയറി. കേട്ടിട്ടുണ്ട് സ്റ്റോറിയില്.
ഓക്കെ, അബുദാബിയിലേക്ക് കപ്പൽ കയറി. അപ്പൊ അന്ന് ആളുടെ കയ്യില് ആകെ ഒരു പാഷൻ, ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു പാഷൻ ഉണ്ട്, ചെറിയൊരു ഐഡിയ ഉണ്ട്, ചെറിയൊരു ഡിപ്ലോമ കോഴ്സും ഉണ്ട്. അത് വെച്ചിട്ടാണ് അബുദാബിയിലെത്തിയത്. അബുദാബിയിലെത്തിയ സമയത്ത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു അവിടെ. മീൻസ് അവിടെയും ചെറിയൊരു പലചരക്ക് കട തുടങ്ങാനായിരുന്നു പ്ലാൻ. അപ്പൊ നോക്കിയപ്പോൾ അവിടെ വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഒക്കെ ഭയങ്കര കുറവായിരുന്നു. കുടിവെള്ളം കേട്ടോ, കടൽ വെള്ളം ഉണ്ട്, പക്ഷെ കുടിവെള്ളം കുറവായിരുന്നു. കാരണം ഓയിലും കടൽ വെള്ളവും ആയിരുന്നു ആ ഏരിയയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഡിഫിക്കൽട്ടീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെയൊക്കെ കവർ ഔട്ട് ചെയ്ത് ചെറിയ ബിസിനസ് ഡെവലപ്പ് ആക്കി എടുത്ത്, ഒരു പലചരക്ക് കട ഡെവലപ്പ് ആക്കി എടുത്ത്, അങ്ങനെ കുറച്ച് ആ ബിസിനസ് റൺ ചെയ്ത സമയത്താണ് ഗൾഫ് യുദ്ധം വരുന്നത്. ഗൾഫ് യുദ്ധം പല രാജ്യങ്ങൾ തമ്മിലുള്ള ഈ GCC കൺട്രീസ് തമ്മിൽ തന്നെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. ആ സമയത്ത് എല്ലാവരും UAE വിട്ടു പോരാണ്. അബുദാബിന്നും എല്ലായിടത്തു നിന്നും ആൾക്കാർ നാട്ടിലേക്ക് പോരാണ്. എങ്ങനെ ഇനി ഇവിടെ ജീവിക്കാൻ പറ്റൂല, ഇനി ഭക്ഷണവും കാര്യങ്ങളൊന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നു പറഞ്ഞ സമയത്ത് ആളെന്താ പറഞ്ഞതെന്നറിയോ? പബ്ലിക്കായിട്ട് പറയാണ്, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാണ്, അത് ന്യൂസോ അങ്ങനെയുള്ള ഇതിലേക്കൊക്കെ, ഞാന് ഇവിടെ വിട്ടു പോകാനുള്ളൊരു, എനിക്കിവിടെ വിട്ടു പോകാൻ പറ്റൂല, കാരണം ഇത്രയും വർഷം എന്നെ പോറ്റി വളർത്തിയത് ഇവിടുത്തെ മണ്ണാണ്, ഇവിടുത്തെ വരുമാനമാണ്. അപ്പോൾ ഒരിക്കലും ഈ രാജ്യത്തിന് വിട്ടുപോകാൻ ഞാൻ റെഡിയല്ല എന്ന് പറഞ്ഞിട്ട് ആ ഗൾഫ് യുദ്ധം കഴിഞ്ഞ സമയത്താണ് ആൾ എന്ത് ചെയ്യുന്നത്, ലുലു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോഴുള്ള വലിയ മാളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനത്തെ ഒരു മോഡലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കണത്. അപ്പൊ ഇത് ആരറിഞ്ഞ്? അവിടുത്തെ രാജാവ് അറിഞ്ഞത്. മീൻസ് UAE രാജാവ് ഈ ഒരു കാര്യം അറിയുകയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് എന്തൊക്കെ കൊടുത്തതെന്നറിയോ? ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയതായിരുന്നു ഇതിനെക്കുറിച്ച്, ഇങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് 40 ഏക്കർ ഭൂമിയാണ് UAE-ൽ. 40 ഏക്കർ ഭൂമി, രാജകുടുംബത്തിന് 40 ഏക്കർ ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ലേ. 40 ഏക്കർ ഭൂമിയാണ് ഇവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അതേപോലെ 600 കോടി വില വരുന്ന ഒരു സ്ഥലമൊക്കെയാണ്, ദുബായിലുള്ള 600 കോടി വില വരുന്ന സ്ഥലമൊക്കെയാണ് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. എല്ലാവരും ഈ രാജ്യം വിട്ടു പോകുന്ന സമയത്തും യൂസുഫ് അലി പറഞ്ഞെന്താ അറിയോ? നിങ്ങള് ഈ രാജ്യത്തിന് ഭരണാധികാരി ആയിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ രാജ്യം വിട്ടു പോകില്ല എന്നുള്ള ഗ്യാരണ്ടി ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, എങ്ങനെ തോറ്റാലും ഞാൻ വിടൂല എന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസത്തിന്റെ ഒറ്റ പുറത്ത് അത് കേട്ടിട്ട് അതിന്റെ കോൺഫിഡൻസ് കണ്ടിട്ടാണ് അവർക്ക് അത്ര ഇഷ്ടമായത്. ആ UAE ഭരണാധികാരിക്ക് അത്ര ഇഷ്ടമായ സമയത്ത് ഇങ്ങനെയുള്ള സഹായങ്ങളിലേക്കൊക്കെ എത്തിച്ചു. ഇപ്പം എന്തായിട്ടുണ്ട്, അന്ന് ആ ഊട്ടിപ്പോവാൻ വേണ്ടി നിന്നിരുന്ന ആളുകളെന്ന് ആലോചിച്ച് നോക്കി. 65,000-ഓളം ആളുകൾക്കാണ് ഇപ്പം ശമ്പളം കൊടുക്കുന്നത്, ജോലി കൊടുക്കുന്നത്. 65,000 കേട്ടോ. നമ്മളിപ്പോ ഇന്നാളായപ്പോ 10-20 ആൾക്കാരാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതേപോലെ 800 കോടി ജനങ്ങളിലെ ലോകത്തിലെ 639-ാമത്തെ സ്ഥാനത്താണ് ഇപ്പം ബില്യനേഴ്സിന്റെ പട്ടികയിൽ, ഫോബ്സ് മാഗസീനിലൊക്കെ, ഫോബ്സിന്റെ ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ളത്. യൂസുഫ് അലി സാറിന്റെ ഇത് ഇങ്ങനെ റാങ്ക് വരുന്നത് 800 കോടിയിൽ 639-ാമത്തെ സ്ഥാനത്ത് കേട്ടോ. കേരളത്തില് ഫസ്റ്റ് ആണ്, ഇന്ത്യയിലെ 32-ാമത്തെ സ്ഥാനമാണ്. ഇന്ത്യയിൽ പിന്നെ അംബാനിയും വരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ 65,000 സ്റ്റാഫിനൊക്കെ ജോലി കൊടുക്കാനുള്ള, അതേപോലെ ഇവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് പത്മശ്രീ അവാർഡ് വരെ കൊടുത്ത് അംഗീകരിച്ചിട്ടുണ്ട് യൂസുഫ് അലി സാറെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ അറിയാ, ജസ്റ്റ് ഒരു ചെറിയൊരു പലചരക്ക് കടയിൽ നിന്ന് 65,000 ആളുകൾക്ക് ജോലി കൊടുക്കണ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെട്ടത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിടരും മുമ്പേ വാടരുത് എന്ന് പറഞ്ഞാൽ, നമ്മൾ തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ തോൽവികളിലേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം അഥവാ ജയിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് എന്നുള്ള ഒരു തോട്ട് ഒന്ന് മൈൻഡിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. വെറുതെ ഇങ്ങനെ തുടങ്ങാൻ നോക്കുന്ന സമയത്ത് തന്നെ ഇതിപ്പോ ഞാൻ ഇപ്പം ഫെയിലായി പോയാലോ, ഞാൻ ചെയ്യുന്നത് റെഡി ആയിട്ടില്ലെങ്കിലോ എന്നുള്ള നെഗറ്റീവ് പാർട്ട് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നതിന് പകരം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് മൈൻഡിൽ കൊടുക്കുക. നമ്മൾ ദൈവവിശ്വാസത്തിനെ പറ്റി പറയുമ്പോഴും എന്താണ്, നമ്മൾ കാണുന്ന കാര്യങ്ങളെ വിശ്വസിക്കൂ എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ദൈവത്തിനെ കണ്ടിട്ടാണോ ദൈവത്തിനെ വിശ്വസിക്കുന്നത്? പടച്ചോനെ, അള്ളാഹുവിനെ കണ്ട ആരെങ്കിലും ഉണ്ടോ?
ഇതേപോലെ തന്നെയാണ് നമുക്ക് വിശ്വാസം എന്ന് പറയുമ്പോൾ കാണാത്ത കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം. ആ ദൈവവിശ്വാസം പോലെ തന്നെയാണ്, ദൈവത്തിനോടുള്ള വിശ്വാസം തന്നെയാണ് ശരിക്കും എന്താകുന്നത് നമ്മളുടെ ലൈഫിൽ നമ്മളുടെ അച്ചീവ്മെന്റിലേക്ക് നമുക്കത് മനസ്സിൽ നമുക്കത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ ജീവിതത്തിലും കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് എല്ലാവരും ഈ ഒരു തോട്ടൊന്ന് മൈൻഡിൽ വെക്കുക. ഇതേപോലെ തന്നെ നമ്മളെ APJ അബ്ദുൽ കലാം സാർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കയ്യൊപ്പ് എന്നാണോ ഒരു ഓട്ടോഗ്രാഫ് ആയിട്ട് മാറുന്നത്, മീൻസ് അത് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കയ്യൊപ്പായിട്ട് ഒരു നമ്മളുടെ സിഗ്നേച്ചറിന് ആഗ്രഹിക്കുന്ന ഒരു സമയം വരും. ആ സമയത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ദാറ്റ് മീൻസ് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അങ്ങനത്തെ പല പല ടാലന്റുകൾ ഉണ്ട് നമ്മളുടെ ഉള്ളിൽ. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്ത് മാക്സിമം ഓരോ ദിവസവും വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതെ നർച്ചർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യം, ജസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റോറിയാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്കായിട്ട് നമ്മൾ ഇതിനു മുമ്പേ വാടരുത് എന്നുള്ള ടോപ്പിക്കായിട്ട് പറയാനുള്ളത്. ഇതിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. വലിയ ടോപ്പിക്കായിട്ട് വെച്ച് നോട്ടുന്ന കാര്യമല്ല, ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. താങ്ക് യു. ഷമീല മാം അല്ല ഷമീ മാം, മിസ്ന പറഞ്ഞോളൂ. മിസ്ന ഇവിടെ ഉണ്ടോ? ഞാൻ നിങ്ങൾ പോയിക്കുന്നുണ്ടോ? മിസ്നന്റെ ബ്രദറിന്റെ കല്യാണം മറ്റന്നാള് എന്നിട്ട് ഇവിടെ ഇരിക്കുന്നതിന് സംഭവിച്ചു. താങ്ക് യു. മിസ്ന എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല ഓക്കെയാണ്. കുറെ കാര്യങ്ങളൊന്നും പറയാലോ. എല്ലാ സാധനം നമ്മളെ ക്യാപ്ഷനിലൊക്കെ കൊടുത്തിന്റെ പോലെ ഇഫ് യുവർ ഇന്റൻഷൻ ഈസ് റൈറ്റ് എവറിത്തിങ് ഫാൾ ഇൻ ടു പ്ലേസ്. നമ്മൾ ഏറ്റവും നല്ല നീയത്തെടുത്ത് മുന്നോട്ട് പോകുന്നതാണെങ്കിൽ അക്കാര്യം ഏറ്റവും റൈറ്റ് ആയി തന്നെ സംഭവിക്കും. നമ്മൾ ആ പ്രോസസ്സിലൊന്ന് നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ ഒന്ന് വിശ്വസിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ റിയാസ് കാർഡ് റീൽ ഉണ്ടായിരുന്നല്ലോ, ഞാൻ വീഡിയോ മോഡിൽ വരാത്ത ബാക്കിൽ താത്തന്റെ മക്കളെ ഓടുന്നുണ്ട്. വീട്ടില് കല്യാണം ആയ കാരണം എന്തൊക്കെയോ കർട്ടന്റെ പണി എന്തൊക്കെയോ നടക്കണ കാരണം ആകെ അലങ്കോലാണ്. അതുകൊണ്ടാണ് കേട്ടോ, സോറി. അപ്പോ പറഞ്ഞെന്താ, റിയാസ് കാർഡ് ഒരു വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, നമ്മള് ഒരു ഫുഡിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാല് നമ്മളത് വിശ്വസിക്കും, അത് വരും എന്നുള്ള സംഭവം. പക്ഷെ പടച്ചോന്റെ അടുത്ത് ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു യൂണിവേഴ്സൽ പവറിൽ അത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വിശ്വസിക്കൂല. നമുക്ക് അപ്പോഴും ഡൗട്ടാ. നമ്മൾ വലിയ സംഭവം പോലെ പറയും ഞാൻ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, എന്നിട്ട് ഒരാളടുത്ത് സംസാരിക്കുമ്പോ ഇങ്ങനെ എന്തെങ്കിലും വിഷയം വരുമ്പോ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും എന്ത്, ആ അതൊക്കെ ശരിയാവണാവല്ലേ, കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇപ്പോ, എന്തായാലും പഠിച്ചവൻ വിധിച്ചിട്ടുണ്ട് ആവാം, പഠിച്ചവൻ കണ്ടറിയാം, എല്ലാം പഠിച്ചവന്റെ കൈക്കലല്ലേ. അതേസമയം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തോ ഒരു വിശ്വാസത്തിന്റെ പേടിയാണ് എല്ലാം അറിഞ്ഞിട്ടും. അതായത് നമ്മൾ വിശ്വസിക്കേണ്ട ശക്തി നമ്മളെപ്പോഴോ വിശ്വസിക്കാതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തായാലും എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മള് വിസിബിൾ അല്ലാത്ത ഒരു കാര്യം ആരും വിശ്വസിക്കുന്നില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂലല്ലോ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു ഫുഡ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ ആണ്. ഇപ്പൊ ആമസോണിലും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലായാലും നമ്മൾ നേരത്തെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമുക്കൊരു വിശ്വാസമാണ്. അതുപോലെ ആ ഒരു വിശ്വാസം നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കൽ മാത്രമല്ല, നമ്മളെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളും ഏറ്റവും ആവശ്യമാണ്. മാനിഫെസ്റ്റേഷൻ ഡസിൻ വർക്ക് അണ്ടിൽ യു ടേക്ക് ആക്ഷൻ എന്നാണ് പറയാ. ഒരു വർക്കും എടുക്കാണ്ട് മാനിഫെസ്റ്റേഷൻ നടക്കില്ല എന്നുള്ള സത്യമാണല്ലോ. ഇപ്പൊ ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, എന്റെ കാര്യങ്ങളൊക്കെ സെറ്റാണ്, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പബ്ലിക്കിലാണ്. അതിനു വേണ്ടി ഒരു സ്റ്റെപ്പ് പോലും എടുക്കാണ്ടാണ് നമ്മളെ പ്രവർത്തനങ്ങൾ എന്നുണ്ടെങ്കിൽ അതിൽ കാര്യമില്ലല്ലോ. ഇത് രണ്ടും കൂടെ വെക്കുന്ന സമയത്ത് താമ്പാതി ദൈവംപാതി എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ സൈഡ് ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും പറ്റണമെന്നില്ല. ഇപ്പൊ നമ്മളടുത്ത് സ്റ്റുഡൻസ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ ചിലർ പറയലുണ്ട് ടൂൾസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് പറ്റില്ല. അപ്പൊ ഞാൻ പറയല, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഏറ്റവും പെർഫെക്റ്റ് ആയി എന്നും എല്ലാ ടൂൾസും ചെയ്യണമെന്ന് പറയുന്നില്ല. നമ്മളെ ഭാഗത്തുനിന്ന് ശ്രമം നടക്കുന്ന സമയത്ത് നമുക്ക് അതിനോടൊരു കണക്ഷൻ വരാനുണ്ട്. ഓരോരുത്തരും ഓരോ ടൂൾസും അവനവന്റെ സെൽഫായി ഏറ്റവും നിഷ്കളങ്കായി നിങ്ങൾക്ക് എന്നാണോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കാണാൻ പറ്റുന്നത് അന്ന് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്ന് പറയാറുള്ളത്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അഫർമേഷൻ ആയിട്ട് ഒരിക്കലും എവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, എനിക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ് എന്ന് ഓരോരുത്തരും നമ്മൾ ഉള്ളെന്ന് പറഞ്ഞിട്ട് നമ്മളെ സെൽഫിനെ റിയലൈസ് ചെയ്തിട്ട് നിഷ്കളങ്കായിട്ട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയില്ലേ. ഈ കുഞ്ഞു മക്കളെ പ്രാർത്ഥന കേട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അവര് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ കാര്യം ഭയങ്കര എന്താ പറയുക, കിടക്കുന്ന സമയത്തൊക്കെ ഒരു പ്രാർത്ഥിക്കുന്ന കേൾക്കാം.
എൻ്റെ ഉമ്മക്ക് ആരോഗ്യം കൊടുക്കണേ, എൻ്റെ ഉപ്പക്ക് ആരോഗ്യം കൊടുക്കണേ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തരണേ എന്നുള്ളതൊക്കെ. നമ്മൾ പലപ്പോഴും അത് മറന്ന് നമ്മൾ പ്രാർത്ഥനയിൽ നമുക്ക് ആവശ്യങ്ങൾ എപ്പോഴും ഉണ്ടാവാറ്. പഠിച്ചോനെ എൻ്റെ ഈ കടം വീട്ടി തരണേ, പഠിച്ചോനെ എൻ്റെ മക്കളെ കല്യാണം ശരിയാക്കി തരണേ, പഠിച്ചോനെ എൻ്റെ അത് ശരിയാക്കി തരണേ. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടെന്നല്ല പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നേ, നമ്മൾ ഈ കടം വീട്ടുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഇങ്ങനെ പറയാം, എന്ത് എനിക്ക് ധനം തരണേന്ന് പറഞ്ഞാൽ മതി, അത് റീപ്ലേസ് ചെയ്താൽ മതി. ധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കടം വീട്ടാലോ. നമ്മളെ എനർജി അല്ലെങ്കിൽ നമ്മളെ ഫോക്കസ് പോകുന്നത് പലപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളെ ലൈഫിലേക്ക് അതായിരിക്കും അട്രാക്ട് ചെയ്യുക കൂടുതലായിട്ട്. അതൊരു യൂണിവേഴ്സൽ തിയറിയാണ്. നിങ്ങളിപ്പോൾ ഇതിനെ കുറിച്ച് നല്ലോണം മോശം പറയുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ എന്നിൽ മോശം എന്നുള്ള സംഭവം മാത്രമേ കാണുള്ളൂ. കാരണം നിങ്ങളെ ഫോക്കസ് പോകുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നു എന്നുള്ളിടത്താണ്. അത് ആരായി കഴിഞ്ഞാലും ഇപ്പൊ നമ്മളെ ചിന്താഗതിയിൽ നെഗറ്റീവ് ആണെങ്കിൽ നമ്മളെ ലൈഫിലേക്ക് അത് നമ്മൾ വലിച്ചുകൊണ്ട് വരികയാണ്. ഓക്കെ, ഇതും കൂടെ എന്റെ ജീവിതത്തിലേക്ക് വരട്ടെ, ഓ ഈ പ്രശ്നം കൂടെ ഞാൻ തലയിലേറ്റിട്ടെ, എന്നിട്ട് ഈ പ്രശ്നം കൂടെ തലയിലേറ്റിട്ട് നമ്മൾ ഫോക്കസ് മാറ്റാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ പറഞ്ഞ പോലെ ഒരു പല റീസൺസ് ആണ് പറയാം, എനിക്ക് ഇന്ന കാരണങ്ങളില്ല, ഇന്ന ബാക്ക്ഗ്രൗണ്ട് ഇല്ല. സ്റ്റാർട്ടിംഗ് ടീച്ചർ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, പേയ്മെന്റിന് ഇഷ്യൂ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് എത്രയോ ക്ലാസ്സസ് യൂട്യൂബിലും മറ്റിടത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. അത് യൂസ് ചെയ്യാം. നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് നമ്മളെ പാർട്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാന്നില്ല. ഇതൊരിക്കലും എൻ്റെ അടുത്തും കൂടെ ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നും അല്ല കേട്ടോ. പക്ഷെ ഒന്ന് റിമൈൻഡ് ചെയ്യാണ്, നമ്മളൊക്കെ ഇത് എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു സംഭവമാണ്. നമ്മൾ എന്നും സെഷനിൽ പറയലുണ്ട്, ഇവിടെ ഇന്നലെ കണ്ടുപിടിച്ചതോ ഞാൻ കണ്ടുപിടിച്ചതോ തിയറി ഒന്നും അല്ല നിങ്ങൾ പഠിപ്പിക്കല്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്താണ് ചെയ്യാറ്. അപ്പോൾ ഇനി ഇങ്ങനെ ഫീഡ്ബാക്കിന്റെ സമയമാണ്. ഓരോരുത്തരും നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാ, നമ്മൾ ക്ലിയർ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഈ ഓപ്ഷനാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പലരും സംസാരിക്കാനൊക്കെ മടി കാണിക്കും, ഞാൻ സംസാരിച്ചതിന്റെ ബെസ്റ്റ് ആവുന്നില്ല. ഞാനൊക്കെ ഫീഡ്ബാക്ക് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയൊരു കുട്ടിയാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാതെ അതിന്റെ ബെനിഫിറ്റ് എന്താണ്. ഓരോരുത്തരും ഇതിനെ യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരും ഫീഡ്ബാക്കും നമ്മളത് വെയിറ്റ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് തന്ന ടൈമാണിത്. ഓക്കെ ഗൈസ്, ആരാണ് ഫസ്റ്റ് ആയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? നിത, നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണ്ട? താങ്ക് യു സ്ന. നിത, നിങ്ങൾക്ക് എന്താ ആഡ് ചെയ്യാം? there's a businessman called ഇർഫാൻ ആലം. സാറിന് അറിയോ? അറിയോ? കേട്ടിട്ടുണ്ടോ? ഇർഫാൻ ആലമാ? ഇർഫാൻ ആലം ഹാസ് എ സ്റ്റോറി ലൈക്ക് യൂസുഫ് അലി സർ. ജസ്റ്റ് ഒരു റിക്ഷാ പുള്ളർ? എന്താണ്? റിക്ഷാ പുള്ളർ അല്ലേ? ഡൽഹി? ഇർഫാൻ ആലം is not a rickshaw puller. പക്ഷെ മൂപ്പരെ ബിസിനസ് കരിയർ സ്റ്റാർട്ട് അതെ ചെയ്ത് സോറി, ഉദ്ദേശിച്ചതാണ്. റിക്ഷാ പുള്ളർ കണക്ട് ചെയ്തിട്ടില്ലല്ലോ. റൈറ്റ് റൈറ്റ്. സ്റ്റോറി കുറച്ച് ലെങ്തി ആണോ ചോദിച്ചാൽ അങ്ങനല്ല. ഇർഫാൻ ആലം എന്ന് പറഞ്ഞാൽ മോഡലൊക്കെ വരും, എല്ലാവരും ഒന്ന് കാണട്ടെ ആരത് സംസാരിക്കുന്നത്. നമുക്ക് അവസാനം കാണിക്കാം. വരി തമാശല്ല, കാര്യായിട്ട്. ഞാൻ വരണ്ട്. ഞാനിപ്പോ അങ്ങനെ ഓൺ ചെയ്യാനുള്ള സാഹചര്യത്തിലല്ല. ഓൺ ചെയ്യണ്ട്. ഓക്കെ ഓക്കെ. ഇർഫാൻ ആലം എന്ന് പറയുന്ന ബിസിനസ്മാൻ വൺ ഡേ വെൻ ഹി വാസ് ട്രാവലിംഗ് ഇൻ എ റിക്ഷ, നമ്മളിങ്ങനെ ആൾക്കാർ വലിക്കുന്ന റിക്ഷാസ് ഉണ്ടല്ലോ, നമ്മൾ മുംബൈ പോലെയുള്ള സിറ്റീസിലൊക്കെ കാണുന്നത്. സോ അതിലിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹി ആസ്ക് ദ റിക്ഷ പുള്ളർ ദാറ്റ് ഡു യു ഹാവ് വാട്ടർ ഉണ്ടോ, കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടോ കുടിക്കാന്ന് ചോദിച്ചു. അപ്പൊ റിക്ഷ പുള്ളർ ആൻസർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ അങ്ങനെ വാട്ടർ ഒന്നും ക്യാരി ചെയ്യാറില്ല, അങ്ങനെയാണ് പറഞ്ഞത്. ആ ഒരു സെയിം സ്പോട്ടില് ഇർഫാൻ ആലത്തിന് വന്നൊരു ഐഡിയ ആണ്, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ റിക്ഷ പുള്ളേഴ്സിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിക്ഷയില് കുറച്ച് വെള്ളം വെച്ചൂടാ. അതൊരു ബിസിനസ്, പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലേ. ദ സെക്കൻഡ് ഡേ അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ഡേ ഇവർ ചെയ്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു 4-5 റിക്ഷ പുള്ളേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് ഒരു 6 ബോട്ടിൽ ഓഫ് വാട്ടർ ഓരോ പുള്ളേഴ്സിനും കൊടുത്തു. ഇത് നിങ്ങളെ വണ്ടിയിൽ വെക്കുക, ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കാന്. അപ്പൊ നമുക്ക് കിട്ടുന്ന വാട്ടർ ബോട്ടില് 6 രൂപയുടേതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക, അങ്ങനെ ഒരു സ്റ്റോറിയാണ്, ഏകദേശം കൗണ്ട് ഓർമ്മയില്ല, അങ്ങനെ 1-2 രൂപയുടെ കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാല് ഇത് 8 രൂപയ്ക്ക് കൊടുക്കുക, എന്നിട്ട് അതിൽ 1 രൂപ എനിക്ക് ബെനിഫിറ്റ്, 1 രൂപ നിങ്ങൾക്ക്. ആ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്ത സമയത്ത് അറ്റ് ഫസ്റ്റ് ഈ ഇർഫാൻ ആലത്തിന് അറ്റ് ദി ഏജ് ഓഫ് 17 ആണ് കേട്ടോ, 17 or 14 ആണ്. 18 ആവുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു ഐഡിയ മൂപ്പരെ മൈൻഡിൽ വരുന്നത്. അങ്ങനെ ആ സമയത്ത് മൂപ്പർക്ക് ഫസ്റ്റ് ഡേ കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 8 rupees ആണ്. ആൻഡ് പിന്നെ അങ്ങോട്ട് അതില് റിക്ഷയില് റീചാർജിങ് ഫെസിലിറ്റി, ബിസ്ക്കറ്റ്സ്, ന്യൂസ് പേപ്പർ, അങ്ങനെ ഓരോ സംഭവങ്ങൾ ചെയ്യാൻ തുടങ്ങി. റിക്ഷയിൽ ഇങ്ങനെ ആഡ് ചെയ്യാൻ തുടങ്ങി.
കൂടുതൽ കൂടുതൽ റിക്ഷ പുള്ളേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബിസിനസ്സിൽ ഗ്രോത്ത് വന്നു. അങ്ങനെ വലിയ വലിയ അങ്ങനെ ആയിട്ട് പിന്നീട് ഒരു റിക്ഷ ഡിസൈൻ ചെയ്യുന്ന ഒരു ഷോപ്പിൽ പോയിട്ട് കൂടുതൽ സംഭവങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റിക്ഷ ഡിസൈൻ ചെയ്യിപ്പിച്ചു. റൈറ്റ്. എന്നിട്ട് ആ റിക്ഷ ആ രീതിയിൽ പിന്നെ അങ്ങോട്ട് റിക്ഷ പുള്ളേഴ്സിനെ ക്യാൻവാസ് ചെയ്ത് അവർക്ക് റിക്ഷയ്ക്ക് വേണ്ട ലോൺ കൊടുത്തു. അവരുടെ കൂടുതൽ എന്താ പറയാ ഒരു വിശ്വാസം പിടിച്ചു പറ്റി അങ്ങനെ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കി. ഒരിക്കലും ഒരു ബിസിനസ്സിലേക്ക് ഒരാൾ എത്തില്ല എന്ന് സൊസൈറ്റി പറയുന്ന സെയിം ഏജില് സെയിം ടൈമില് ഒരിക്കലും ഒരു ഐഡിയ വരാൻ സാധ്യതയില്ലാത്തൊരു പ്ലേസ് ഒരു റിക്ഷ. നമ്മളിപ്പോ ഓട്ടോറിക്ഷയിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു ഐഡിയ വന്ന് നമ്മൾ മൈൻഡ് ചെയ്യോ? അവിടെ നിന്നില്ല. അത് നിങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിന്റെ പേര് എന്തായിരുന്നു? വിട- വാടരുത് സംതിങ് വിടരും റൈറ്റ്. വിടരും മുമ്പേ വാടരുത്. മുമ്പേ. അപ്പൊ അവിടെ അപ്പൊ വെള്ളം നമ്മൾ കുടിക്കാൻ ചോദിച്ചു. വെള്ളം ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് വെള്ളം ഇല്ല, വീട്ടിൽ പോയിട്ട് കുടിക്കാം എന്നൊരൊറ്റ ചിന്ത അവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇർഫാൻ ആലം ഇപ്പം കാണുന്ന ആ ഒരൊറ്റ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ബിസിനസ് മാൻ ഇൻ ഇന്ത്യ ആണ് തോന്നുന്നത് ഇർഫാൻ ആലം. നമുക്ക് റിസർച്ച് നമുക്ക് ഈവൻ ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിൽ വരെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് റിസർച്ച് ഇങ്ങനെ കേട്ട സമയത്ത് എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത സമയത്ത് എനിക്ക് യൂസ്ഫുൾ ആണെന്നുള്ളത് കൊണ്ട് റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയ കുറെ ഐഡിയാസാ. അവിടുന്ന് വന്നൊരു ഗ്രോത്ത്. അവിടുന്ന് വാടി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇർഫാൻ ആലം ഇവിടെ എത്താൻ പോകുന്നില്ല. ഈവൻ ഇപ്പൊ നമ്മളോടൊന്ന് കൈ പൊക്കാൻ പറയാം, ഒന്ന് ഹാൻഡ് റേസ് ചെയ്യാൻ പറയാം, നമ്മളെല്ലാവരും ഒന്ന് പൊക്കൂലേ? നമ്മളൊരു ട്രെയിനർ പറയാനുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഒരാവശ്യം കൂടി കുറച്ചുകൂടി ഹൈറ്റ് പൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഫ്കോഴ്സ് നമുക്ക് ഇനിയും ഹൈറ്റിൽ പൊക്കാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. കുറച്ചും കൂടി ഹൈറ്റ്, അതായത് നമ്മൾ പൊക്കാൻ പറഞ്ഞാൽ നമ്മൾ പൊക്കി, ഒന്നുകൂടി ഹൈറ്റ് പൊക്കുക വെച്ചാൽ നമ്മൾ ഒന്നുകൂടി ഹൈറ്റ് പൊക്കും. അവിടെ ചോദിക്കുന്ന ചോദ്യമാണിത്, എന്തുകൊണ്ട് നിങ്ങൾ സെക്കൻഡ് പൊക്കി അത്ര ഹൈറ്റിൽ ആദ്യം പൊക്കിയില്ല? അവിടെ നമുക്ക് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണിത്. ബിക്കോസ് ഫസ്റ്റ് ടൈമിൽ നമ്മൾ ബെസ്റ്റ് കൊടുത്തില്ല, അല്ലെങ്കിൽ അപ്പം കിട്ടിയ ഐഡിയ നമ്മൾ ആ രീതിയിലല്ല എടുത്തത്. അതുപോലെ തന്നെയാണ് വെൻ ലൈഫ് ഗോസ്. That's the thing. Thank you. It was such a nice class actually. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു നിത, താങ്ക് യു സോ മച്ച്. ആള് ഞാൻ JCIന്ന് മീറ്റ് ചെയ്തതാണ്. ആൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എത്ര വയസ്സായി? 16 17? 16. 16 വയസ്സായ ആളാണ് സംസാരിച്ചത് കേട്ടോ. ഏതായാലും താങ്ക് യു സോ മച്ച്. ഏതായാലും ഒരുപാട് വലിയ സ്റ്റേജുകളും വലിയ രീതിയിൽ നിങ്ങൾ എത്തിപ്പെടാനുള്ളതാണ്. ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മാക്സിമത്തിൽ. ഇനി മുന്നോട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? അനിത, വേറെന്തോ പറയാൻ വന്നങ്ങള്? ഇല്ല 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 ഇല്ല. താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും പറയേണ്ട സംസാരിച്ചോളൂ. റമീഷ പറഞ്ഞോളൂ. നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് സ്റ്റോറി ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതിന് പക്ഷെ നമുക്ക് ഒന്നുകൂടി നല്ലപോലെ മനസ്സിലാക്കാനൊക്കെ പറ്റി. താങ്ക് യു, താങ്ക് യു. എനിക്കും അങ്ങനത്തെ ഫീൽഡൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ സൈക്കോളജി എടുത്ത ടൈമിൽ എനിക്ക് എന്തോ പഠിക്കാൻ പറ്റില്ല. അതിലുള്ള ഓരോ സംഭവങ്ങളൊക്കെ കൂടുതലായി ചിന്തിക്കുമ്പോ ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ പോയിരുന്നു. അപ്പൊ പിന്നെ കോഴ്സ് ഒഴിവാക്കി ഡിഗ്രി. പിന്നെ മോണ്ടിസോറി TTC എടുത്ത്, അതിൽ സൈക്കോളജി ഉണ്ട്, പക്ഷെ നമ്മൾ ചൈൽഡ് സൈക്കോളജി ആയിരുന്നു. അപ്പൊ പിന്നെ കുട്ടികളുമായി ഇടപെടാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ആ കോഴ്സ് എടുത്ത്. ഇപ്പൊ ഒരു മോളുണ്ട്. അപ്പൊ ആള് കാര്യങ്ങളൊക്കെ നല്ലപോലെ ചെയ്ത് അങ്ങനെ പോവാണ്. പക്ഷെ ഒരു കോഴ്സ് എടുക്കണം, ഡിഗ്രി എടുക്കണം നോക്കണ്ട, പക്ഷെ എന്ത് ചെയ്യണം എന്നൊരു ഡൗട്ടാണ്. ഇനി എടുത്താൽ അതുപോലെ പഴയ പോലെ ഫെയിൽ ആവോ, അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരു ഡൗട്ട്. അങ്ങനത്തെ ഒരു കൺഫ്യൂഷനോ സ്റ്റക്നെസ്സോ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ യുണീക്നെസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം വരുന്നുണ്ട് കേട്ടോ. ഒക്ടോബർ 5-ാം തീയതി കോഴിക്കോട് അപ്പോളോ ഡിമോറ ഹോട്ടൽ. ചോദിച്ചിരുന്നു, പക്ഷെ 3999 രൂപ എന്തോ ഫീ പറഞ്ഞ്. അപ്പൊ ഒരു ദിവസത്തെ പരിപാടിയല്ലേ, ഇപ്പൊ 21 ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. അല്ലല്ല, ഒരു ദിവസത്തെ പരിപാടിയല്ല, ഒരു മാസത്തെ പ്രോഗ്രാമാണ്. ഒരു മാസം ഉണ്ടോ? അതെ അതെ, ഒരു ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോ 21 ലൈവ് സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അല്ലല്ല, അതെന്താ അറിയോ, ഒരു ദിവസത്തെ ഓഫ്ലൈൻ ക്ലാസ്സും 7 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സും 23 ദിവസത്തെ ഓൺലൈൻ പ്രാക്ടിക്കൽ ടൂൾസും എല്ലാം കൂടെ ആണ് 5000 പേയ്മെന്റ് വരുന്നത്. 4999 ആണ് ഇപ്രാവശ്യം. 4000 ആണ് എന്തോന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രോഗ്രാമിന്റെ ആയിരിക്കും നിങ്ങൾ എൻക്വയറി ചെയ്തത്. ഇപ്രാവശ്യം റിയാസ് ബിൻ ഹക്കീം
UAE ട്രെയിനർ റിയാസ് ബിൻ ഹക്കീം സാറൊക്കെയാണ് വരുന്നത്. ഇതിന് ഫീ എത്രയാണ് സാറേ? ഇതിന്റെ 4999 ആണ് ഇതിന്റെ ഫീസ്. 1 മന്ത് പ്രോഗ്രാം. ഏതായാലും ആരെങ്കിലും ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഇൻഷാ അള്ളാ. അവിടെ നമ്മളെ ഓൾറെഡി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ദൗലത്ത് മാമിനെ കാണുന്നുണ്ട്, ഷമീല മാം ഉണ്ട്, ഖദീജ. രമേഷ മാം ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. നിത വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്. താങ്ക് യു. മിസ്ന പറഞ്ഞോളൂ. കൺസൾട്ടേഷനും ഉണ്ട് കേട്ടോ ഏറ്റവും എൻഡിൽ. നിങ്ങൾ പറഞ്ഞല്ലോ നെക്സ്റ്റ് എന്ത് എടുക്കണമെന്ന്. ഇപ്പൊ ഡിഗ്രി എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ അഫ്സൽ വിട്ടുപോയപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താണ്. നമ്മളൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തും, എന്നിട്ട് അതിന്റെ അതുപോലെ ഇന്റലിജൻസിന്റെ ഒരു അസസ്മെന്റ് കൊടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറഞ്ഞു തരുന്ന ഇതും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ വൺ ഡേ കൊണ്ടല്ല, ഞാൻ പറഞ്ഞ പോലെ ഓഫ്ലൈനായിട്ട് നമ്മൾ ഒരു ദിവസം ക്ലാസ് നമ്മളെ മൈൻഡ്, നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോ എന്റെ അത് കണക്ട് ആയത്, ഉള്ളിലൊരു പേടി പോലെ തന്നെ ആവുമെന്നില്ലേ. നമ്മളെ ആ ഡിസിഷൻ എടുക്കുന്നതിന് പുറകോട്ട് വലിക്കുന്ന അതാണ് നിങ്ങളൊരു കോഴ്സ് ജോയിൻ ചെയ്യിപ്പിക്കാൻ. നമ്മളെ മൈൻഡിനൊന്ന് മൊത്തത്തിൽ ക്ലിയർ ചെയ്തെടുക്കാനുള്ള ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയും. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പൊ ഇൻക്ലൂഡ് ആണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് അത് ഓഫ്ലൈൻ ആയിട്ടുള്ള ഇവന്റ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് നമ്മൾ ഫോളോ അപ്പ് ആയിട്ട് 1 മന്ത് ക്ലാസ് കൊടുക്കുന്നത്. സാർ പറഞ്ഞില്ലേ 7 days സൂം സെഷൻ, 23 days ടാസ്ക് ഒക്കെ. അത് നമ്മൾ സെപ്പറേറ്റ് യൂണിക്നെസ് കോഡ് തന്നെ ഓൺലൈൻ പ്രോഗ്രാം ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം അറ്റൻഡ് ചെയ്യുന്നവർക്ക് നമ്മൾ കോംപ്ലിമെന്ററി കൊടുക്കുന്നതാണ് കേട്ടോ. ജസ്റ്റ് സാർ വിട്ടുപോയപ്പോ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തേനെ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ അറിയിക്കാനോ? നിത വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്. ആരെങ്കിലും ഈ വോയിസിന്റെ ഉടമയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വോയിസിന്റെ ഉടമ. ആൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ മാജിദ് സാറിന്റെ സ്കിൽസ് ഇങ്ങനെ കണ്ട് പഠിക്കാൻ വേണ്ടി വന്ന ആളെ. ഞാൻ നിങ്ങളേത് പഠിക്കില്ല നിങ്ങളെ കാണുമ്പോ. അതെനിക്ക് ഓർമ്മയുണ്ട്, ഇന്നെ കാണുന്ന സമയത്ത് ബുക്ക് എടുത്തിട്ട് എഴുതി. വൈദ്യുതി സത്യം പറഞ്ഞാൽ ഇപ്പം ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുന്ന മെയിൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പോലെയുള്ള ട്രെയിനേഴ്സിന്റെ സ്കിൽസ് എങ്ങനെയാണ്, അവർ പറയുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ്, അത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെനിഫിഷ്യൽ ഫോർ മീ റൈറ്റ്. ആ രീതിക്കാണ്. അപ്പൊ എന്നെ ഞാൻ എടുക്കും, ഞാൻ കട്ടെടുക്കും. നിങ്ങളെ പോലെയുള്ള കുറെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് അറിയാം, നമ്മളെ നെക്സ്റ്റ് മാം അവരെ പോലെയുള്ള കുറെ ട്രെയിനിങ്സ് ഇങ്ങനെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഏകദേശം ധാരണ വരണേ എന്ത് എവിടെ എങ്ങനെ സംസാരിക്കണം എന്ന്. ഓരോ ട്രെയിനിങ് ഒരു കാര്യം മനസ്സിലായോ? ഒരു ധാരണയില്ലെങ്കിലും സംസാരിക്കാന്ന്. അത് വേണ്ട. അത്രയും നിങ്ങളിപ്പം ഞമ്മക്കറിയാം, ഇപ്പൊ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല, മാജിദ് സാർ ഒരു 1 day നൈറ്റ് ഫുള്ളി ഇരുന്ന് പ്രിപ്പയർ ചെയ്ത സാധനമാണ് നെക്സ്റ്റ് ഡേ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കുന്നത്. ബിക്കോസ് ഞങ്ങൾക്ക് സ്പീക്കേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മുമ്പ് JCയിൽ. ഞങ്ങൾ മോർണിംഗ്സിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്ന ടൈമിൽ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പൊ ആള് ഇത് സാറ്റർഡേസിലാണ് വരിക. അപ്പൊ ആള് നൈറ്റ് ഫുള്ളി ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് 1 hourലേക്കുള്ളത് ഫുള്ളി ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് ഹൗ ടു ഡിസ്കസ് വിത്ത് യു എന്നൊക്കെ ഫുൾ മനസ്സിൽ ഇങ്ങനെ ആക്കി വെക്കും. ബിക്കോസ് അത്രയും ഡിറ്റർമിൻഡ് ആയിട്ട് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ചെയ്യുക. ആൻഡ് ഈവൻ തോ അത് ഫ്രീ ആയിട്ട് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അത്രയ്ക്ക് എഫേർട്ട് ഇട്ടിട്ട് ചെയ്യും. ഇത് നെക്സ്റ്റ് ഡേ വന്നിട്ട് ഞങ്ങളെ മുന്നിൽ അത് മിനിമം എമൗണ്ട് ഓഫ് ടൈമേ ഉണ്ടാവുള്ളൂ. അതില് ഭയങ്കര ചുരുക്കിയിട്ട് ആള് പറയും. അപ്പൊ തന്നെ ഞാനിങ്ങനെ കേൾക്കും, ഓക്കെ ഇന്ന് സാറ് ഓൺലൈൻ ക്ലാസ്സിൽ പൊളിക്കും. ആ രീതിക്ക് കേൾക്കാം നമ്മള്. അത് ഭയങ്കര ഇംപ്രസ്ഡ് ആവും. അപ്പൊ പിന്നെ ആ നൈറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്ത് 2-3 പ്രാവശ്യത്തെ പ്രസന്റ് ചെയ്ത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂസ് ചെയ്ത് തന്നെ അത്രയും മോൾഡ് ചെയ്തിട്ടാണ് ഇത് മുന്നേക്ക് മൂപ്പര് വരുന്നത്. അപ്പൊ സച്ച് എ ഗ്രേറ്റ് തിങ്. ഒരുപാട് പഠിക്കാനുണ്ട് നിങ്ങൾ. ഈവൻ ആ ഒരു കാര്യത്തിൽ തന്നെ കുറെ പഠിക്കാനുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോ എന്തായാലും അടുത്ത പ്രാവശ്യം കാണുമ്പോ എന്തായാലും ഫ്രൂട്ട് സലാഡ് വാങ്ങി തരുന്നുണ്ട്. താങ്ക് യു. അടിച്ചു പൊക്കുന്നുണ്ട് നിങ്ങളെ. എന്തായാലും താങ്ക് യു കേട്ടോ, താങ്ക് യു. എന്നാലും ഞാനും JCAയിൽ ഇപ്പം എനിക്കൊന്നൊരു 6 month മുന്നാണ്, 6 month അല്ല 1 year ഒക്കെ ആയില്ലേ. ഇപ്പൊ അവിടേക്ക് എത്തിപ്പെടാറില്ല, പക്ഷേ ഇപ്പം ആക്റ്റീവായിട്ട് തന്നെ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ അവിടെ. അവിടുന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. റാഫി സാറും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഗൈഡൻസ് തരാൻ. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ? ഷമീല മാം നമ്മളെല്ലാരും ഉണ്ട് ഇവിടെ, നമ്മുടെ ടീം മെമ്പേഴ്സ്. ഒരു ഫാത്തിമ ഹമീദ് കാണുന്നുണ്ടല്ലോ, ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്ന് തോന്നുന്നില്ലേ സെഷനില്? യെസ് ഇത് ഞാൻ ഇപ്പഴാ വീഡിയോയിൽ കണ്ട്. മാം എന്തെങ്കിലും പറയാനുണ്ടോ? പുതിയ ആളാണ് മാം ഒന്നും വിളിക്കണ്ട, അത്രക്ക് പ്രായമൊന്നുമില്ല എനിക്ക്. അല്ല, അത് പ്രായം നോക്കി പ്രായമില്ല. ഇവിടെ എല്ലാരെയും പ്രായം നോക്കി, എല്ലാരെയും നമ്മൾ മാമോ സാർന്നൊക്കെ തന്നെ വിളിക്കല്. അത് പ്രായം നോക്കി വിളിക്കുന്നതല്ല.
എന്നാലും എന്തോ പോലെ കേൾക്കുമ്പം. എന്നാല് ഫാത്തിമ നീ ഹമീദ് മലപ്പുറത്താണോ? അല്ല, കണ്ണൂര് കണ്ണൂര്. ഓക്കെ ഓക്കെ. കണ്ണൂർക്കറിയാണ് അല്ലേ? ഫസ്റ്റ് ടൈമാണ്. അതെ അതെ, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സെക്ഷനിൽ അറ്റൻഡ് ചെയ്യുന്നത്. എന്താണ് പേര് ഫാത്തിമ ഫ്രം കണ്ണൂർ. പിന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോ കറന്റ് CMA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ് ഇൻസ്റ്റയില് കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്റെ ലൈഫ് ലെസൺസ്, അതുപോലെ കുറച്ച് തോട്ട്സ്, അങ്ങനെയൊക്കെ. ചില സമയത്ത് നിർത്തിയാലോ എന്ന് വിചാരിക്കും. നിർത്തരുത് പിന്നെയും ഒരിക്കലും നിർത്തരുത്. പിന്നെ ഫാത്തിമ നിദ മാം, പ്രൗഡ് ഓഫ് യു ഗേൾ. Oh my God, thank you so much. ഏതായാലും താങ്ക് യു പിന്നെന്താണ്? താങ്ക് യു താങ്ക് ഫാത്തിമ യു സോ മാം, മച്ച്. നിങ്ങളുടെ അല്ലല്ല മൈൻഡ് വല്ലാണ്ട് ഡിസ്റ്റർബ് ആകുമ്പോൾ നമ്മൾ സെഷനിലേക്ക് ജോയിൻ ചെയ്യാം. യൂണിക് ടോക്ക് എല്ലാ സാറ്റർഡേ ഹാപ്പൻ ചെയ്യുന്നതാണ് കേട്ടോ. നീ ഫസ്റ്റ് ടൈം എല്ലാ ആയതുകൊണ്ട് പറഞ്ഞു. നിങ്ങളെ എല്ലാ കുറിച്ച് തിങ് പറയും. ഐ എം പ്രൗഡ് ഓഫ് യു മൈ ഗേൾ എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോഴേ ചിലപ്പോൾ പറയുന്നവരുണ്ടാവട്ടെ. നോട്ട് CMA ഇസ് നോട്ട് എ സ്മോൾ തിങ് റൈറ്റ്. ചെയ്യാൻ എല്ലാവർക്കും പറ്റിയൊരു പരിപാടിയല്ല CMA പഠിക്കാന്ന് പറയുന്നത്. അതിന്റെ ഒപ്പരം വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഇനീഷ്യേറ്റീവ് വരാന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. ഐ ആം ഓൾസോ പ്രൗഡ് ഓഫ് യു റൈറ്റ്. നമ്മളെല്ലാവരും പ്രൗഡാണ്. ആ രീതിക്ക് തന്നെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. കുറെ obstacles ഉണ്ടാവും, പക്ഷെ സ്റ്റോപ്പ് ചെയ്യരുത്. ഇതാണ് ഇതിന്റെ പവർ. താങ്ക് യു പവർ ഇരിക്കുകയാണ്. അതാണ് മാഷാഅല്ലാ. പിന്നെ ഷംന മാം വീഡിയോ മോഡിൽ വരുന്നൊക്കെ ഉണ്ട്. ചില വീഡിയോസ് ഒക്കെ ചെയ്യുന്നൊക്കെ കാണാറുണ്ട് ഇപ്പം ഇൻസ്റ്റയിലൊക്കെ. മാഷാഅല്ലാ. ഇന്ന് നമ്മളെ ഇന്നത്തെ യൂണിക് ടോക്കിന്റെ സ്റ്റോറി ഒക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. എന്തെങ്കിലും പറയണ്ടോ ഷംന മാം? ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു പഠിക്കല്. ഞാനും ഇതേപോലെ ഒരു ഒരു ഓൺലൈൻ ക്ലാസ്സിലാണ് ആദ്യമായിട്ട് സംസാരിച്ചു തുടങ്ങിയത്. അപ്പൊ അതിപ്പോ 2-3 വർഷമായിട്ട് ഇപ്പൊ ഇങ്ങനെ പലതും പറഞ്ഞ് അങ്ങനെ പോകുന്നു. മെല്ലെ പഠിച്ചു വരും. ഞാൻ സംസാരിക്കാറുണ്ട്, പക്ഷെ ലാസ്റ്റ് എത്തവൻ ഞാൻ ഇറങ്ങി പോക്കാണ് നേരത്തെ. അങ്ങനെ. ഞാൻ ഫസ്റ്റ് സാധനം ക്ലാസ് ആണ് യൂട്യൂബിലാ. ഞാൻ ഫസ്റ്റ് മുതലേ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്, എല്ലാ ലൈവ്. അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ്, സാറിന്റെ ക്ലാസ്. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ സമയം കിട്ടാറില്ല രാത്രി കേറാൻ വേണ്ടിയിട്ട്. എന്നിട്ടിപ്പൊ ഇല്ലാത്ത സമയം എല്ലാം കണ്ടുപിടിച്ച് ഇപ്പൊ 1.5 മണിക്കൂർ ഇരിക്കുന്നുണ്ട് ലൈവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. താങ്ക് യു. ഇപ്പൊ വീഡിയോസ് ചെയ്ത് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ഓരോന്ന്. ക്ലാസ് ഞാൻ മാത്രമല്ല, ആക്ഷൻസ് എടുക്കിട്ടോ. നിങ്ങൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് മുന്നോട്ട് പോട്ടെ. കൺസിസ്റ്റന്റ് ആയിട്ടൊരു ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വലിയ ഇങ്ങനെ മറ്റുള്ളവരായിട്ട് എന്ത് വിചാരിക്കും എന്നൊരു മൈൻഡ് മുമ്പേ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് കേട്ടോ. ബാക്കിയുള്ളവർക്ക് അതെ എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളെ പറ്റി മാത്രം ചിന്തിച്ചിരിക്കാന്ന്. ഓർക്ക് പല പ്രശ്നങ്ങളും പല നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമുക്ക് തോന്നും അവര് നമ്മളെ പറ്റി ചിന്തിച്ചിരിക്കുക. ഒരിക്കലും അല്ല. നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് കുഴപ്പമില്ല. ചിലപ്പം ചില ആൾക്കാരൊന്ന് കളിയാക്കുക ചെയ്യും. ഓലെ വിട്ടിട്ട് തന്നെ ഉണ്ടാവും. ഓലെ കളിയാക്കിയ സമയത്തെ ഓർക്കുന്ന പോലും ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോ നമ്മള് ഇങ്ങനെ ബെറ്ററായി വരുന്ന സമയത്ത് അവര് തന്നെ വന്നിട്ട് പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. അന്ന് ഓലോട് മറന്നു പോവും അന്ന് നമ്മളെ കളിയാക്കിയതൊക്കെ. അതൊന്നും പ്രശ്നമുള്ള കേസല്ല. ഞാൻ ഓൾറെഡി വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്ന് ഇനിയിപ്പോ വീട്ടുകാര് മോളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, വീഡിയോ ചെയ്യുന്നുണ്ട്, പരാതികൾ വരും. മൈൻഡിൽ വെക്കണ്ട, എന്നോട് ചോദിക്കാനും വരണ്ടെന്ന് ഞാൻ പറഞ്ഞ് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വിഷയാക്കണം. നിങ്ങൾ തുടങ്ങിക്കൂടി. ഉം. താല്പര്യം എനിക്ക് പണ്ടത്തെ ഈ മോട്ടിവേഷൻ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. കുറെ ലൈഫിൽ കുറെ ഇത് ട്രാജഡി വന്നപ്പോ സ്റ്റോപ്പായി ഇപ്പൊ ഇൻഷാല്ലാ സ്റ്റാർട്ടിങ് ആണ് ഇനി അങ്ങോട്ട്. ഒത്തിരി അത് എക്സ്പീരിയൻസ് ഉള്ള പറഞ്ഞപ്പോഴാ അത് മോട്ടിവേഷൻ സ്പീക്കർ ആകാൻ പറ്റാ. മാജിദ് സാർ അങ്ങനെ ആയതാ. അത്ര കൊട്ടക്കണക്കിന് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ആ പാർട്ട് അതിന്റെ ഫസ്റ്റ് വീഡിയോസേ അല്ല ഞാൻ അത് കണ്ടു. അത് പറഞ്ഞപ്പോഴാ ഷംന എനിക്കൊന്നു വീൽ ചെയറിലല്ലേ നടക്കാറില്ലേ? ഡിസേബിൾ ഡിസേബിൾ പേഴ്സൺ. ആണ്. യെസ്. ആ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടും ആള് ഈ ഒരു ആക്ഷൻ ഒക്കെ എടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് നമ്മുടെ നിക് വ്യൂജിച്ചിനെയും നൂർജലീല അവരെയൊക്കെ ഇൻസ്പയറിംഗ് ആയിട്ട് കാണാട്ടോ. കയ്യും കാലും അവരൊക്കെ ഓൾറെഡി ഇല്ലാഞ്ഞിട്ട് പോലെ അവരൊക്കെ ഫ്രണ്ടാണ്, സംസാരിക്കാറുണ്ട്. എനിക്കിങ്ങനെ സെറ്റാക്കി. കോഴിക്കോട് ഇങ്ങനെ പ്രോഗ്രാമിൽ വരാൻ വേണ്ടി നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ സാറിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയില്. അപ്പൊ ട്രിവാൻഡ്രത്ത് നിന്ന് കോഴിക്കോട് ട്രാവലിംഗ് ഒരു വിഷയമാണ് എനിക്ക്. അപ്പം അടുത്ത മാസം ബ്രദർ വരുന്നുണ്ട്, ചോദിച്ചു നോക്കട്ടെ. ഇൻഷാല്ലാ പറ്റുവാണെങ്കിൽ ഞാൻ അവിടെ എത്തും. ഈ ഹക്കീം സാറിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്.
ഇപ്പൊ ട്രെയിനിങ് എടുക്കാൻ ആ ഒരു പോകുന്നില്ലേ സാറ്? ആ ഒരു ആഗ്രഹം നടത്തി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ചെയ്യുന്നതും. നമ്മൾക്കും ഞാനും ഒരുപാട് ഞാൻ അതെ. കണ്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ, അല്ല ഞാന് ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുള്ള ആളാണ്. ജോസഫ് അന്നക്കുട്ടി സാറിനെ ഇതുപോലെ കാണണമെന്ന് ആഗ്രഹിച്ച് ലാസ്റ്റ് കൺമുന്നിൽ ഒന്ന് കിട്ടി. ഒരു ദിവസം ഈ ലുലുമാളി വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ, ആ, ഏറെ അതേപോലെ സന്തോഷം. ഇനി ഓരോ ആൾക്കാരെ കാണും, സാറിനെ നേരിട്ട് കാണാൻ നല്ല അധികം ആഗ്രഹമുണ്ട്. താങ്ക് യു. ഏതായാലും ഇൻഷാല്ലാ വിൽ മീറ്റ്. ഏതായാലും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എല്ലാവരും ആക്ഷൻ എടുത്ത് തുടങ്ങുക, വെറുതെ ഇങ്ങനെ ഡിലേ ആക്കാതിരിക്കുക. മാക്സിമം കിട്ടിയ കഴിവുകളും ഓപ്പർച്യൂണിറ്റീസും കയ്യിലുള്ള സാധനങ്ങളും ഫോണും എല്ലാം യൂട്ടിലൈസ് ചെയ്യുക. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക, വെറുതെ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്ത് പോകുന്നതിന് പകരം. പിന്നെ വേറെ ആർക്കെങ്കിലും ഒരു ഐഫോൺ കാണുന്നുണ്ട്. ആള് സ്റ്റാർട്ടിങ്ങിലൊക്കെ വീഡിയോ മോഡിൽ ഉണ്ടായിരുന്നു. ആരാന്ന് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഐഫോൺ എന്ന് അല്ല, പറഞ്ഞത്. അവര് നേരത്തെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില്. സോറി. ഷിബിന. ആ, ഷിബിന മാം. ഐ തിങ്ക് ഇന്ന് കോണ്ടാക്ട് നമ്മളെ ഷംനാസ് മാം പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തവരാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ അതെ. ഫെസ്റ്റ് 3ക്ക് ഓക്കെ, ഷിബിന മാം അല്ലേ. ആ. ഇന്ന് ഫെസ്റ്റ് 3ക്ക് വന്നില്ലേ നഫ്സൽ സർ, ഷംനാസ് മാം വയനാട്ടിൽ നിന്ന് ആ, ആ, ഫാമിലി ആയിട്ട് വന്നു. ഓരോ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗാണ്. അത് ശരി. ഓക്കെ, ഓക്കെ, ഓക്കെ. അങ്ങനെ മാം വിചാരിച്ചിട്ടുണ്ടാവും ഇവിടെ ക്ലാസ് ഒന്നല്ലല്ലോ, ഡിസ്കഷൻ ആണോ നടക്കുന്നത്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആണോ? പിന്നെ ഞാനും വീഡിയോ മോഡിലേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനില്ല, അതുകൊണ്ട് വരാത്തതാണ്. അത് കുഴപ്പമില്ല, നോ പ്രോബ്ലം. അങ്ങനത്തെ ഒരു നിർബന്ധവും ഇല്ല. ഓരോരുത്തർക്ക് എന്താണോ കംഫർട്ട് അങ്ങനെ ഇന്ന് സംസാരിക്കുക, അത്ര. നല്ല പ്രോഗ്രാമാണ്. ഞാനൊരു ക്യൂരിയോസിറ്റിയിലാണ് എന്താണ് എങ്ങനെയാണ്. ഞാനിപ്പോ യൂസുഫ് അലി സാറിന്റെ കഥ പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കുക, അദ്ദേഹത്തിന് അവിടുത്തെ രാജാവ് ഉണ്ടായിരുന്നു 400 ഏക്കർ കൊടുക്കാൻ. നമുക്കിപ്പോ എന്താ ചെയ്യാ? പാരലൽ ഞാനൊരു അങ്ങനല്ല, ബുട്ടീക്കും കൂടെ റൺ അങ്ങനല്ല. ചെയ്യുന്നുണ്ട്. 400 ഏക്കർ 40 ഏക്കറാണ് കൊടുത്തതെങ്കിലും അത് സോറി. അങ്ങനെയല്ല കൺസിഡർ ചെയ്യേണ്ടത്. അത് എങ്ങനെ എടുക്കണം എന്നറിയോ? അവര് എല്ലാരും ഇട്ടച്ച് പോവാൻ വേണ്ടി നിന്ന സമയത്ത് ഞാൻ ഇവിടെ ഇട്ടച്ച് പോകൂല എന്നുള്ള തീരുമാനമെടുത്ത സമയത്താണ് നമ്മൾ പറയല്ലേ, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പാതി ദൈവപാതിയിലെ ദൈവം പാതിന്റെ പ്രവർത്തനമാണ് ആ രാജാവ് ചെയ്തത്. യെസ്, മനസ്സിലായി. ആ, യെസ്. അപ്പൊ അത് മൈൻഡിൽ വെക്കുക. ഒരിക്കലും അവർക്ക് 40 ഏക്കർ കൊടുക്കാൻ രാജാവ് ഉണ്ടായിരുന്നു, എനിക്ക് ആരും ഇല്ലല്ലോ എന്ന് ചിന്തിക്കല്ല. നിങ്ങളും ഉള്ള കാര്യങ്ങൾ വെച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ഇതേപോലെ സഹായിക്കാൻ പലരും വരും. ഞാന് ആദ്യത്തെ യൂണിക്നെസ് ഫെസ്റ്റ് ചെയ്ത് നഷ്ടമായി, രണ്ടാമത്തെ ചെയ്ത് നഷ്ടമായി, പിന്നെ മൂന്നാമത്തേൽക്കും നാലാമത്തേൽക്കൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ബാക്കുന്ന ആൾക്കാർ വന്നത് ഞാൻ ആദ്യത്തോ രണ്ടാമത്തോ നടത്തിയതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വന്നത്. ഇപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ ബാക്കിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ആദ്യത്തോ രണ്ടാമത്തതും നമ്മൾ നഷ്ടമായിട്ട് ഇത് നിർത്തി പോവാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോഴാണ് പല സാഹചര്യത്തിൽ പല ആളുകൾ സപ്പോർട്ട് ചെയ്യാനൊക്കെ വന്ന് തുടങ്ങിയത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇതേപോലെ തന്നെ ആക്ഷൻ എടുത്ത് തുടങ്ങുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇപ്പം ഒന്നും ഇല്ലാത്തടത്തുനിന്ന് ഇപ്പൊ വീഡിയോ ചെയ്യാൻ ആളായി, ഇപ്പൊ ടീം മെമ്പേഴ്സ് ആയി. നമ്മളെ നല്ല ഉഷിരുള്ള ടീം മെമ്പേഴ്സ് ഉണ്ട്, നമ്മുടെ ധൈര്യത്തിൽ പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. മാഷാ അല്ലാ, വേറെ ആൾക്കാർ. കൺഗ്രാറ്റ്സ്. ഏതായാലും ഇതാ നമ്മളെ ഷമീല മാമിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഷമീല മാം ഡ്രൈവിംഗിലാണോ, കാറിലാണോ? ഷിജിന മാം ഞാൻ എന്തായാലും കാറിലാണ്, ഞാൻ പ്രോഗ്രാമിലേക്ക് വരും. പുറത്താണ്. ഞാൻ പുറത്താണ്. ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഹെഡ്ഫോൺ എടുത്തിട്ട് ഇറങ്ങിയത്. ആരും ഡിസ്റ്റർബ് ചെയ്യണ്ട, അല്ലെങ്കിൽ ചെറിയ വോളിയത്തിൽ വെക്കുമ്പോ എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആവും. ഞാന് ഇന്ന് ഹെഡ്ഫോൺസ് എടുത്ത് ഇറങ്ങിയ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സാറ് യുണീക്നെസ് ഫെസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഫസ്റ്റ് സാറിന് ജോയിൻ ചെയ്യുമ്പോ യുണീക്നെസ് പ്രോഗ്രാം മാത്രമാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോ ഫസ്റ്റ് ആയിട്ട് ഫെസ്റ്റ് തുടങ്ങുമ്പോ സാറ് അറ്റൻഡിങ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ ഫോട്ടോ വെക്കുമല്ലോ, അത് സ്റ്റേറ്റസ് ഇടുമല്ലോ ആരൊക്കെ. അപ്പൊ ഞാനിങ്ങനെ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയാ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് ആൾക്കാർ ആരൊക്കെ പ്രോഗ്രാമിന് വരുന്നതെന്നുള്ളതിൽ ഞാൻ ഇങ്ങനെ കൗണ്ട് ചെയ്യും. ഇന്ന് ഒരാൾ ജോയിൻ ചെയ്തല്ലേ, രണ്ടാള് ജോയിൻ ചെയ്ത്. ഇപ്രാവശ്യത്തെ ഫെസ്റ്റിനൊക്കെ മാഷാ അല്ലാ എത്ര പേരാണ് ഒരു ദിവസം തന്നെ ഇങ്ങനെ സ്റ്റേറ്റസ് ഇടുക. അപ്പൊ എനിക്ക് തന്നെ ഞാൻ മാഷാ അല്ലാ ഭയങ്കര പ്രൗഡ് ആവാറുണ്ട്. അപ്പൊ സാർ യുണീക്നെസ് ഫെസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ അതാണ് എനിക്ക് മനസ്സിൽ വന്നത്. മാഷാ അല്ലാ, ഇങ്ങനെ മുന്നോട്ട് പോട്ടെ സാർ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അത് ഷമീല മാമൊക്കെ എനിക്ക് 7ാമത്തെ ബാച്ചല്ലേ ഫസ്റ്റ് ജോയിൻ ചെയ്ത്? അതെ. 7ാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്തു. പിന്നെ നമ്മുടെ 12ാമത്തെ ബാച്ചിൽ വീണ്ടും നമ്മുടെ ഫെസ്റ്റിന്റെ ടീമിനെ കൂടെ ഒന്നുകൂടെ ചെയ്തു.
ഇപ്പോ യുണീക്ക് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇപ്പം 1 വീക്ക് കഴിഞ്ഞാൽ ട്രെയിനറായിട്ട് സർട്ടിഫൈഡ് ആവാൻ പോവുകയാണ് നമ്മളുടെ പ്രോഗ്രാമിൽ തന്നെ. ഒരുപാട് ആള് ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്, ഫാമിലി ഒക്കെ ഷാർജയിലാണ്. ഇപ്പോൾ ഒരാഴ്ച മുന്നേ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആളും ഹസ്ബൻഡും കൂടെ. ഞാൻ ദാ അവിടെ പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത്, അവിടെ ഷോപ്പിലോട്ട് വന്നതാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ അതിന് പുറത്ത് ഡെലിവറി പരിപാടിയൊക്കെ ചിലപ്പോൾ തിരക്കിന്റെ ഇടയിൽ മാമും പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? എല്ലാം നമുക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് എത്തിക്കണല്ലോ. ആള് അവിടെ എവിടെയാണ് ഷോർട്ട് ടീച്ചറായിട്ട്. വരുന്നത് നമ്മൾ അവിടെ നിൽക്കാം. നിങ്ങള് മാം ലാബിലായിരുന്നു വർക്ക് ചെയ്യുന്നത് അല്ലേ? കമ്പ്യൂട്ടർ ലാബിലാ. കമ്പ്യൂട്ടർ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ കൂടെ ബിസിനസ്സും റൺ ചെയ്യുന്നുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ട്രെയിനർ ആവുന്നുണ്ട്, പല പരിപാടികളും. സൈക്കോളജി തുടങ്ങണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പൊ തുടങ്ങി തോന്നൂലേ? രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അതെ പറയുന്നത്. അതെ അതെ. ഏതായാലും താങ്ക് യു മാം. ഇൻഷാ അള്ളാ. ഒരു തട്ടിലല്ല നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, പലതിലും തലയിട്ടിട്ടാണ് നിൽക്കുന്നത്. അല്ല ഒരു അത് ഒന്നിലേക്ക് ഡ്രീം മാറിക്കോളും. ആവണം എന്നുള്ളത്. ഏതെങ്കിലും ഒന്ന് സ്ട്രോങ്ങർ ആയി കഴിഞ്ഞാൽ നമുക്ക് പലതും തുടങ്ങാം. നമ്മളിപ്പം യുണീക്നെസ് കോഡ് ഓൺലൈൻ പ്രോഗ്രാം തുടങ്ങി, അതിങ്ങനെ മെല്ലെ വന്നപ്പോഴാണ് ഫെസ്റ്റ് തുടങ്ങിയത്. ഫെസ്റ്റ് ഇങ്ങനെ 1, 2, 3, 4 ആയപ്പോഴേക്ക് യുണീക്സ് തുടങ്ങി. അതിങ്ങനെ പോകുമ്പോഴാണ് കൂവത്ത് തുടങ്ങിയത്. അങ്ങനെ കീറിക്കോളും ഓരോന്ന് പരിപാടികൾ ഇൻഷാ അള്ളാ. ഇവിടെ യൂസുഫ് അലീനെ എല്ലാരും പറയുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ എന്റെ ഡ്രൈവ് ചെയ്തിരുന്നു. ഇപ്പൊ ഹസ്ബൻഡ് ഇല്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. ആളാണ് ശരിക്കും ഓർമ്മ വന്നത്. എന്താ പറയാ, ഞാനും എന്താ പറയാ, ഞങ്ങള് തമ്മിൽ സംസാരിച്ച് ഞാനും 10th സമയത്താണ് ആളെ പരിചയപ്പെടുന്നത്. ആ സമയത്ത് ആൾക്ക് ചെറിയൊരു ജോലി, ലൈക്ക് ഒരു ചെറിയ എന്താ പറയാ 2000 ദിറംസിന് ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു. അപ്പോ ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്താ പറയാ, മണി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട്, ലൈക്ക് എന്താ പറയാ, പൈസ ഇല്ല എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് വെച്ച് മാത്രം ഞങ്ങളെ കുറെ എതിർത്ത ആൾക്കാരുണ്ടായിരുന്നു. അവിടുന്ന് ആള് ഇപ്പോ 1, 2, 3-ാമത്തെ ഷോപ്പാണ് മാഷാഅള്ളാ എന്താ പറയാ കഴിഞ്ഞ ആഴ്ച തുറന്നത്. അപ്പോ ആ ഒരു ഗ്രോത്ത് എനിക്ക് എന്താ പറയാ, ആളുടെ മുന്നിൽ നിന്ന് പറയാൻ നമുക്ക് അങ്ങനെ പുകഴ്ത്തി പറയൂല. പക്ഷെ എനിക്ക് ആ ഒരു ഗ്രോത്ത് ആണ് എന്റെ മനസ്സിൽ വന്നതും അൽഹംദുലില്ലാഹ് ആ ഒരു കാര്യത്തിന്. ഒരുപാട് സന്തോഷം മാം. ഇത് ഷെയർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവം എന്നറിയോ? ഒന്നും ഇല്ലാത്തടത്തൊന്നും മെല്ലെ ആളുകള് മനസ്സ് വെച്ചാല് നമ്മള് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വിടാതെ നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ റെഡി ആണെങ്കിൽ പല രീതിയിൽ നമ്മൾക്ക് ഗ്രോത്ത് കൊണ്ടുവരാനും സാധിക്കും. അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പല സാഹചര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് വരും. നമ്മളെപ്പോഴും ഇങ്ങനെ ആദ്യത്തെ ഷോപ്പൊക്കെ ഇടുമ്പോ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഫാമിലി മെമ്പേഴ്സ് എന്താ പറയാ ബാക്കിൽ നിന്ന് ഇങ്ങനെ പറയും, അത് അവന്റേതൊന്നും ആവില്ല, വേറെ ആരുടെങ്കിലും ആവും, എന്താ പറയാ ബ്രദറിൻ്റെതാവും, അവനിങ്ങനെ സൈഡിൽ നിൽക്കായിരിക്കും. അങ്ങനെയൊക്കെ എന്നുവെച്ചാല് എന്റെ അടുത്ത് പലരും പറയും ഇതിനെക്കാളും നല്ലത് നിനക്ക് കിട്ടുമായിരുന്നു, നീ എന്തിനാ ഇതിന് പോയേന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളും. പക്ഷെ ആ ഒരു ഇതുണ്ടല്ലോ, കാണിച്ചു കൊടുക്കണം എല്ലാവരുടെയും മുന്നിലെന്ന്. അപ്പൊ ഇപ്രാവശ്യം എന്താ പറയാ ഷോപ്പ് തുടങ്ങിയ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു, എന്റെ മാമന്മാരും അമ്മായിമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് നിൽക്കാനുള്ളൊരു സാഹചര്യമായിരുന്നു. അൽഹംദുലില്ലാഹ്. ഏതായാലും ഒരുപാട് സന്തോഷമാണ് ഇത് ഷെയർ ചെയ്തതില്. മാം ഇത്ര ഓപ്പൺ ആയിട്ട് പൊതുവെ അങ്ങനെ സെഷനിൽ സംസാരിക്കല് കുറവാണ്, വളരെ ചുരുക്കം. പക്ഷെ ഇത് മാം സംസാരിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഫ്ലോയില് സംസാരിക്കും മാം. ബാക്കിയുള്ളവർക്ക് ഭയങ്കര കേട്ടിരിക്കാൻ ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു സംസാരമാണ്. നമുക്ക് കോച്ചായി മാറിയാൽ ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു തീപ്പൊരി മാം പറപ്പിക്കും ഇൻഷാ അള്ളാ. മാം ഇപ്പം നിസാം പെട്രോളിലാണോ ഇരിക്കുന്നത്? അതെ, നിസാം പെട്രോൾ പെട്രോളാണ്. ഇരിക്കുന്നത്. നാട്ടിലൊരു 2 കോടി ഉറുപ്പ്യ വിലയുള്ള കാറാണ്. ഒരു 1.5 കോടി 2 കോടി ഉറുപ്പ്യ വിലയുള്ള. മാഷാ അള്ളാ. അൽഹംദുലില്ലാഹ് എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളൂ. കാരണം ഞാൻ ആഗ്രഹിച്ചതിലപ്പുറം എത്രയോ വലുത് ഞാൻ ഇത്രയൊന്നും ആഗ്രഹിച്ചിട്ടില്ല അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ. പക്ഷെ അള്ളാഹു എനിക്കായിട്ട് കൊടുന്ന് എത്തിച്ചിട്ടുണ്ട്. നമ്മള് സ്വപ്നത്തിൽ ഇങ്ങനെ വിചാരിക്കും നമുക്ക് അത് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഇത് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അത് വേണം എന്നുള്ളൊരു വാശിയൊന്നും ഇല്ല. പക്ഷെ അൽഹംദുലില്ലാഹ് അള്ളാഹു അത് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അതും നമ്മളൊരു പരീക്ഷണമായിട്ട് തന്നെ കാണണം. കാരണം നമ്മൾ ചോദിക്കാണ്ടും ഇതാക്കാണ്ടും നമുക്ക് കയ്യിൽ തരുമ്പോ നമ്മളത് എങ്ങനെ ഉപയോഗിക്കണോ എന്തിനു ഉപയോഗിക്കണോ എന്നുള്ളതും ഉണ്ട്. ആൾക്കാരെ ആരെയും നമ്മൾ വേദനിപ്പിക്കാണ്ട് നല്ലതിന് വേണ്ടിയിട്ട് നമ്മള് എന്താ പറയാ അത് ചെയ്യുക. ആരുടെ മുന്നിൽ അഹങ്കരിക്കാതിരിക്കുക, അതൊക്കെയാണ്
ഉള്ളത്. ഒരുപാട് സന്തോഷം നിസാം. മാഷാ ഒരു അപ്കമിങ് ട്രെയിനറാണ്. അതെ ഞാൻ അതെങ്ങനെ നോക്കിയിരുന്നു എന്റെ ഫേസിലേക്ക്. എന്നുവെച്ചാൽ എന്ത് രസത്തിലാ പറയുന്നത്. അതായത് നമ്മൾ ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ എന്ന് പറയില്ലേ, നമുക്കത് പറയുമ്പോൾ അതാ ഫീൽ ചെയ്യുക. ഈ പഠിച്ചു പറയുന്നതും നമ്മൾ ഉള്ളീന്ന് എടുത്ത് പറയാന്ന് പറയൂലേ. മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്താ പറയാ, ഏറ്റവും നിഷ്കളങ്കായ ടൂൾസും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അടിപൊളിയായി ചെയ്തു പോകുന്ന ഒരു സ്റ്റുഡന്റ് കൂടെ ആണ് ഷെമീല. ഞാൻ കള്ളം പറയുന്നല്ല, അഫ്സൽ സാറിന് അറിയുന്നുണ്ടാവും അത്. ഏറ്റവും ആളെ കൊണ്ട് എങ്ങനെ പെർഫെക്റ്റ് ആയി ചെയ്യാൻ പറ്റുമോ മാക്സിമം ട്രൈ ചെയ്തത്. എന്തൊക്കെ വിസികൾ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ കാര്യങ്ങളായിക്കോട്ടെ, ഷി വിൽ ഡൂ ദിസ്. ഞാൻ എപ്പോഴും പറയില്ല, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി ഷെമീല മാം, കുഴപ്പമില്ല, ചിലപ്പോൾ നമുക്ക് പറ്റൂല, നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതി എന്ന്. പക്ഷേ ഏറ്റവും ഹൈസ്റ്റ് ആയി ഏറ്റവും നിർത്താൻ ബെസ്റ്റ് നോക്കിയാലും ബിസിനസ് സമ്മതിക്കില്ലല്ലോ. ബിസിനസ് ചെയ്തില്ലേ എന്ന് ആഴ്ചക്ക് ചോദിക്കൂ. അപ്പൊ പിന്നെ നമുക്ക് വീണ്ടും കുറ്റബോധമാവും. അതാ ബിസിനസ് ചോദിക്കുമ്പോഴേക്കെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിക്കും. അല്ല ഇതാ ഈ പറഞ്ഞ ആളാണ് നമ്മളെ നെടുന്തൂൺ. ഈ ആളുള്ളതുകൊണ്ടാണ് പരിപാടികൾ ഇങ്ങനെ മുന്നോട്ട് പോണത്. മാഷാ അല്ലാഹ്. അതെ അതെ. താങ്ക് യു മാം, താങ്ക് യു ഫോർ ഷെയറിങ്. നമ്മളെ നിസാം പെട്രോൾ ഡ്രൈവ് ചെയ്യുന്ന ഷമീല മാമിന് താങ്ക് യു സോ മച്ച്. ആള് UAE ഡ്രൈവ് ചെയ്യുന്ന ആളാണ് കേട്ടോ. മാഷാ അല്ലാഹ്. ഏതായാലും അടുത്തത് എല്ലാവർക്കും സ്വപ്നം കാണാനുള്ള ഒരാളും കൂടി കേട്ടോ. ദാറ്റ് മീൻസ് ഇങ്ങനെ ഓരോരുത്തർക്ക് എത്തിപ്പെടാനും അവിടെ ജോലിയും ബിസിനസ് ഒക്കെ ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും ഒക്കെ പറ്റും, UAE ഒക്കെ പറ്റും എന്നുള്ള ഒരു എക്സാമ്പിളും കൂടിയാണ് കേട്ടോ. എല്ലാവരും അത് ഒരു ഇൻസ്പിറേഷൻ ആക്കി എടുക്കുക മാമിനെ. മാഷാ അല്ലാഹ്. അടുത്തത് വേറെ ആർക്കാണ് പറയാനുള്ളത്? ഷമീമ മാം. ഷമീമ മാം നേരത്തെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ താല്പര്യ ഇഷ്യൂ കയറിയതല്ലേ, എന്താണ് ഷമീമ മാം പറയാനുള്ളത്? മാം ഇപ്പൊ ഇനിയിപ്പം ഫേമസ് കോച്ചാണ്, നമ്മളെ ക്ലാസ്സിൽ കയറാൻ ടൈം ഉണ്ടാവില്ല. അയ്യോ, ഈ ഡയലോഗ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സാറാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഞാൻ ഇവരോട് പറഞ്ഞ സാറ് ഇവരെ വിശ്വസിക്കോ? അതൊക്കെ ഞാൻ വെറുതെ പറയാ, ഞാനൊന്നല്ല. വിശ്വസിക്കില്ല. ആ പറഞ്ഞേ, സാറത് പറയില്ലെന്ന് എനിക്കറിയാം. സോ എന്തായാലും ഒരുപാട് എന്താ പറയാ, ഇന്നത്തെ ആ ഒരു സബ്ജക്ട് അത് നമുക്ക് സിമ്പിൾ സബ്ജക്റ്റ് ആണ്, പക്ഷെ സാറ് കവർ ചെയ്ത് വരുമ്പം ഒരുപാട് പേരുടെ ലൈഫ് നമ്മള് ഡേ വൺ ഡേ ആയിട്ട് റൂട്ടീനായിട്ട് കൊണ്ടുപോകുന്ന പല കാര്യങ്ങള്, അതിൽ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ വേരിയേഷൻസിൽ ക്ലിയർ ചെയ്താൽ മതി, നമുക്ക് പറ്റും. ഞാൻ അഫ്സൽ സാറിന് അറിയാലോ, ഞാനൊരു പ്രാവശ്യം ചോദിച്ചത് സെക്കൻഡ് ക്ലാസ് സാറിന്റെ ഓഫ്ലൈൻ സെക്ഷൻ അറ്റൻഡ് ചെയ്തതിനു ശേഷം, സാർ എനിക്ക് വീഡിയോയിൽ വരാനൊരു ആഗ്രഹമുണ്ട്, എങ്ങനെയാ ചെയ്യാന്നറിയില്ല, ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. നമ്മൾ സാർ എന്നോട് പറഞ്ഞത്, ഷെമ മാം നിങ്ങൾ ഒരിക്കലും നന്ദി കെട്ട അടിമയാവരുത്, പഠിച്ചവന്റെ നല്ല രീതിയിൽ ചെയ്തിറങ്ങ് എന്നല്ലേ. അവിടെ നിന്നാണ് ഇപ്പം സാറ് പറഞ്ഞ ചെറിയ കോച്ചിങ് മെത്തേഡിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാ. അതിപ്പം ഏത് ടീമിന്റെ കൂടെ ആണെങ്കിലും നമുക്ക് പകർന്നു തരുന്ന ചില വരികൾ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നല്ലേ. അപ്പം അൽഹംദുലില്ലാ അങ്ങനെ പോകുന്നു ഓരോ ദിവസവും. ശരിക്കും സാറ് പറഞ്ഞാൽ ഇപ്പം ബിസി ലൈഫാണ്, കാരണം ഒന്നും ചിന്തിക്കാനില്ല. കുറെ സ്റ്റുഡൻസിന് ക്ലാസ് കൊടുക്കുന്നു, ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ്, നമ്മുടെ എക്സ്പീരിയൻസ് അവർ കൊടുക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുന്നു. അതുപോലെ നമ്മുടെ ഒരുപാട് ബാഡ് സിറ്റുവേഷൻ നമ്മളിപ്പം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. അത് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അൽഹംദുലില്ലാ. അതുകൊണ്ടുള്ള ബിസിയാണ്, അതല്ലാണ്ട് സാർക്ക് ഇടയ്ക്കെന്നാലും ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്. എവിടെയോ ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് ആദ്യം സാർക്കാണ് മെസ്സേജ് അയക്കാറുള്ളത്. അപ്പൊ സാർ ഒരിക്കലും ഞാൻ വലിയ കോച്ചായി അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നില്ല മിണ്ടുന്നില്ലെന്നൊന്നും പറയരുത്, എന്നെ വല്ലാണ്ടത് ഹെർട്ട് ചെയ്തു പോവും. മാഷാ പറഞ്ഞാൽ തീർച്ചയായും എല്ലാവരും ഇങ്ങനെ സംസാരിച്ചപ്പോ ഒരുപാട് പേര് ഇപ്പൊ കൂടുതൽ പരിചയപ്പെടാൻ പറ്റിയിട്ടു നമ്മുടെ ഈ ഒരു കാണാൻ പറ്റുമോ? അഫ്സൽ സർ. ഈ വോയിസ് ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പൊ അയ്യോ, പറയുന്ന ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒട്ടും ഓക്കെ അല്ല, കാണിച്ചല്ല. ഞാൻ വീട്ടിലല്ല ഉള്ളത്. അപ്പം നിത മാം നമുക്ക് ഇൻഷാല്ലാ കാണാം. ഇപ്പം ഞാൻ വീട്ടിലല്ല, അതുകൊണ്ടാണ്. പിന്നെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമില് ഷമീമ ഫൈസലിനെ അടിച്ചു നോക്കിയ ആളെ കാണാട്ടോ. ഷമീമ മാമിനെ ഞാനിതാ ഇപ്പൊ എന്താ പറയാ സൗണ്ട് കേട്ടിട്ട് ഫോളോ എനിക്ക് ചെയ്തു, സെർച്ച് ചെയ്തിട്ട്. അഫ്സൽ സർ ഒക്കല്ലേ ഹൈപ്പ് ഇട്ടിട്ടാണ് ഇവര് ഈ പറയുന്നത്, എന്തോ എവിടെയോ ഒരു നിങ്ങൾക്ക് ഫോളോ റിക്വസ്റ്റ് അയച്ചിരിക്കുന്നു കേട്ടോ. ഷമീല മാം നമ്മളെ സ്റ്റുഡന്റ് ആണ്, ഓ നിങ്ങളൊന്ന് ഷുവർ. കേട്ടിട്ട് മുതലായി. അപ്പം കുറെ ദിവസമായിട്ടില്ലേ നമ്മുടെ ക്ലാസ്സിന് എനിക്ക് കയറാൻ പറ്റാറില്ല. അഫ്സലർക്ക് അറിയാലോ, ഇപ്പം കറന്റ് എനിക്ക് പ്രീമിയത്തിന്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൽ ഈ സമയത്ത് ക്ലാസ് ഉണ്ടാവാറുണ്ട്. പിന്നെ പാനൽ കേസ് സ്റ്റഡി ഒക്കെ ആയിട്ട് ഇങ്ങനെ ബിസിയാണ്. അപ്പം മൈൻഡിനെ കഴിയുന്നതും ബിസി ആക്കുക, അത് നമ്മുടെ സന്തോഷങ്ങൾക്കാകുമ്പം ഇരട്ടി മധുരം എന്നാണല്ലോ. സോ ഒരുപാട് പേര് ഇന്ന് കാണാൻ പറ്റി. നമ്മൾ ഈ ഫാമിലിയിൽ ഇരുന്ന് ഇങ്ങനെ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് സംസാരിക്കുന്ന ഫീൽ ആയിരുന്നു ഇന്ന്. ഒരുപാട് പേര് കുറേ സംസാരിക്കുന്നതൊക്കെ ഒന്നിനൊന്നും വെച്ചായിരുന്നു. സാറിന്റെ സബ്ജക്റ്റും അടിപൊളിയാണ്, കാരണം മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന കരുതിയിട്ട് ഇങ്ങനെ ഒരു മൂലയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആളുകളാണ് ഇന്ന് ഏറ്റവും ആളുകൾ. അതിപ്പം കോച്ചസ് ആണെങ്കിലും ട്രെയിനേഴ്സ് ആണെങ്കിലും ഒക്കെ എവിടെയോ ഒരു ബ്ലോക്ക് അവർക്ക് വരാറുണ്ട് പാതി വെച്ചിട്ട്.
അതിനെ സാർക്ക് ശരിക്കും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു. സെറ്റാക്കി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ഫൈസൽ സർ കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്തോ. നമ്മള് മറ്റേ ബാച്ചിലെ ഫൈസൽ സർ ആണോ ബാച്ച് 12 ആണോ? അല്ലല്ലോ, ആണോ? അറിയില്ല. ഫൈസൽ സർ, ജസീല മാം, സുഹറ മാം, നിങ്ങളെ 3 പേരുമാണ് ഇവിടെ റിമൈൻഡ് ചെയ്യുന്നതിൽ സംസാരിക്കാനുള്ളത്. എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതുണ്ടോ? ഹലോ, ഫൈസൽ സാർ പറഞ്ഞോളൂ. ഞാൻ ഇത് ഫസ്റ്റായിട്ട് കയറാണ്. എനിക്ക് എന്താ പറയാ, ഇതിനെക്കുറിച്ച് നിങ്ങളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഞാൻ. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാനൊരു മേഖലയിൽ ഉള്ള ആളല്ല. ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്കായിട്ട് നടക്കേണ്ട ആളാ. ഞാൻ സാറിനെ ബന്ധപ്പെട്ടിരുന്നു, വിളിക്കലുണ്ടായിരുന്നു. മനസ്സിലായല്ലേ? അത് ഫൈസൽ ബാപ്പു സാറാ? അതെ 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 അതെ. ശരി. എനിക്ക് നേരിട്ട് എന്താ കണ്ടില്ലല്ലോ. പറയാ, ഇത് ഹിക്മത്തിന്റെ ലോക. ഞാൻ പറഞ്ഞാ നിർത്തൂല. പറഞ്ഞോളി, ഇവിടെ കേൾക്കാൻ റെഡിയുള്ള ആൾക്കാരുണ്ട്. അതാണ് ഇതിന്റെ ഉത്തരം. കാരണം എന്താല്, ഞാൻ ഇവിടെ നാട്ടില് കുറേ ആൾക്കാരായിട്ട് സംസാരിക്കുന്നുണ്ട്. എല്ലാം മതത്തെ കുറിച്ചാണ് സംസാരിക്കൽ കൂടുതൽ. ഇപ്പൊ നിങ്ങൾക്കറിയാലോ ഞാൻ വിളിച്ചാൽ എന്താ ഉണ്ടാവില്ലെന്നുള്ളത്. അപ്പൊ ഇന്നെ കേൾക്കാൻ ആരും റെഡിയല്ല. അപ്പൊ എന്നോട് പടച്ചോൻ പറഞ്ഞു, അന്നെ കേൾക്കാനുള്ള ആൾക്കാരുണ്ട്, ഈ അവരായിട്ട് സംസാരിക്ക്. അതൊന്ന് കാണിച്ചെന്നതാ. അള്ളാഹു വല്യോനാ. നമ്മൾ അടുക്കേണ്ട ഒരാളോട് അടുത്താൽ മതി. എവിടെ നമ്മൾ എത്തണോ നമ്മൾ എത്തിക്കും. ഒന്നും നമ്മള് കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകില്ല. നമുക്ക് തരേണ്ടത് അത് മറ്റുള്ളവരെ പൈസയാണ്. മറ്റുള്ളവർക്ക് അധികാരപ്പെട്ട പൈസയാണ് നമുക്ക് തരേണ്ടത്. അത് ഈ ഇപ്പോ ഫസ്റ്റായിട്ട് ബിസിനസ് നടത്തേണ്ട ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ പണം കാണുമ്പോ എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ അവരെന്താട്ടും, അത് ജോളി അടിക്കും. ഇതൊക്കെ ഞാൻ അനുഭവിച്ചു വന്നതാ. ഇപ്പൊ ഒരു മാജിദ് സാറ് പറഞ്ഞ പോലെ സാറിന്റെ ഒരു ഹിസ്റ്ററി എനിക്കറിയാം. അതാ ഞാൻ പറഞ്ഞത്. അനുഭവിച്ചവർക്ക്, പാഠം പഠിച്ചവര് പിന്നെ ബാക്കോട്ട് പോവാണെന്നുണ്ടെങ്കിൽ പടുകുഴിയിലേക്കേ പോവുള്ളൂ. ഇത് ഹിക്മത്തിന്റെ ലോക. ഒരു സംഭവം തന്നെയാണ്. ഏതൊക്കെ മനസ്സുകളാണ് അടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ മൈൻഡിലേക്ക്, ആ ഒരു മൈൻഡാണ്, ആ മൈൻഡിലേക്ക് എത്തിക്കൊള്ളൂ. നമ്മൾ ബാക്കിയുള്ള എല്ലാത്തിനും പിന്മാറിപ്പോവും. നമ്മൾ ബാക്ക് അടിച്ചാൽ വീണ്ടും അതേപോലെ പോവും. നമുക്ക് നഷ്ടം. അത് വേറെ ആർക്കും അല്ല, നമുക്ക്. മറ്റുള്ളവരെ നമ്മൾ നോക്കണ്ട, നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതി. നമ്മളങ്ങോട്ട് പറഞ്ഞയച്ചുകൊണ്ട് എന്തിനാണെന്നും അതിന്റെ എന്താ എല്ലാം നമ്മളെ മാത്രം. ഓരോ കുടുംബജീവിതം എല്ലാ സംഗതിയിലും ഉപ്പാന്റെ ഉമ്മാന്റെ എല്ലാവർക്കും എന്തെല്ലാം നമ്മൾ ചെയ്യണം, എല്ലാ സംഗതിയും. അതായത് ചുരുക്കം പറഞ്ഞപ്പോ നമ്മൾ ഉപയോഗിക്കേണ്ട ഈ കമ്പ്യൂട്ടർ ആട്ടെ, മൊബൈൽ ആട്ടെ, ഇതിനൊരു കാറ്റലോഗ് ഉണ്ട്. ആ കാറ്റലോഗ് പ്രകാരം ഇത് യൂസ് ചെയ്യുള്ളൂ. നേരെ മറിച്ച് നമ്മളെ കാറ്റലോഗിന് പ്രകാരം നമ്മൾ ജീവിക്കണേ ഇല്ല. ഏത് മതമാട്ടെ, ആ കാറ്റലോഗ് പ്രകാരം ജീവിച്ചാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് എത്താനുള്ളതാണെങ്കിൽ നമ്മളിലേക്ക് എത്തിക്കും. അത് നമ്മൾ സ്റ്റെപ്പ് വെക്കണം. ആ സ്റ്റെപ്പ് വെക്കാതെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല. സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞ പഠിച്ചോന്, ഒരു ചാണിലേക്ക് അടുത്താൽ മതി എന്ന് പറഞ്ഞു. ഒരു മുയം ഞാൻ ഇങ്ങോട്ട് അടുക്കുന്ന. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരിട്ട് കാണാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതെന്താ സംസാരിച്ചു കഴിഞ്ഞാല് ഞാൻ നിർത്തൂല, ഞാൻ അങ്ങനെ പോവും. ഇല്ല, ഇവിടെ നമുക്ക് അങ്ങനത്തെ സംസാരിക്കാൻ നല്ല താല്പര്യ. അതാണ് എന്നെ ഈ ഗ്രൂപ്പിലേക്ക് എന്നെ പഠിച്ചോൻ എത്തിച്ചത്. അതല്ല, നിങ്ങൾക്ക് ആദ്യമായിട്ട് തോന്നുന്നു ഇതിൽ കയറുന്നല്ലേ? യുണീക് ടോക്ക് കയറുന്ന ആദ്യമായിട്ടല്ലേ നമ്മള് മെസ്സേജ് അയച്ചിട്ടല്ലോ? അതേ പറഞ്ഞത്. ഞാൻ എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എന്നെ പഠിച്ചോൻ എത്തിക്കാണ്. മാഷാ അല്ലാഹ്. ഇത് 50ാമത്തെ ആഴ്ചയാണ് നമ്മളിത് ചെയ്യുന്ന. അൽഹംദുലില്ലാ. ഏതായാലും താങ്ക് യു. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ കാണാം.
മിസ്ന ഫൈസൽക്ക ഇൻഷാല്ലാ. ടെസ്റ്റിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല. ആ ഞാൻ ഓക്കെ ഞാൻ കാണാം. മാത്സിന് പങ്കെടുത്തിരുന്നു. അന്ന് എനിക്ക് കത്തിയിട്ടില്ല. അത് ഞാൻ സാറിന്റെ അടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ വേറൊരാളൊരു പ്രസന്റ് ഭാഗത്തിലാണ് ഞാൻ പോയത്. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഫണ്ടിന്റെ ഒരു വിഷയത്തിൽ ഇങ്ങനെ മിസ്സായപ്പോ എനിക്ക് വേറൊരു ഫണ്ട് അർജന്റായിട്ട് കൊടുക്കേണ്ടിയിരുന്നായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ അവതരിപ്പിച്ച ഒരാളെടുത്ത് അപ്പൊ പറഞ്ഞു നിനക്കിപ്പോ ക്ലാസ് ആയിക്കാരും നന്നാവാന്ന്. പക്ഷെ എനിക്ക് താല്പര്യം എന്താ വെച്ചാൽ മറ്റേ ആളെ സഹായിക്കാനായിരുന്നു. അത് വേറെ ആരുമല്ല, എന്റെ അനുജനായിരുന്നു. മനസ്സിലായി. അതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടിണ്ടായിരുന്നത്. ഇൻഷാ അല്ലാ. താങ്ക് യു അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞതില് കാരണം വെച്ചാല് ഞാന് ഫസ്റ്റ് ആയിട്ടാണ് കയറേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ ഓവറായിട്ട് പറഞ്ഞു എന്തോ എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കും. ഇല്ല നിങ്ങളെ എല്ലാത്തിന്റെ ഒരു പോയിന്റ് മാത്രം പറഞ്ഞോളെ. എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഒരു സെക്ഷനിൽ ആദ്യമായിട്ടാ കയറണ്ടേ. ഇതിന് മുന്നേ കയറിയിട്ടുണ്ടാവും മാത്സിൽ. അതൊന്നും ഇപ്പൊ നമ്മളെ താല്പര്യത്തിനല്ലല്ലോ. ഏതായാലും ഇൻഷാല്ലാ നമ്മൾ കാണുമ്പോൾ പറയാ സെറ്റ് ആക്കണം ഇൻഷാല്ലാ. ഫൈസൽ സാർ അടുത്ത ആഴ്ച വരുമുണ്ടോ? നമ്മൾ എല്ലാ ശനിയാഴ്ചയും ചെയ്യാറുണ്ട് രാത്രി 8 മണിക്ക് തന്നെ. ഇഷാബാങ്ക് നേരത്തെ ആയ കാരണം നമ്മൾ 8 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുവരെ 8:15 അടുത്ത ആഴ്ച ഇതുപോലെ ക്ലാസ് ഉണ്ടാവും ഓരോ വിഷയത്തില് ഇൻഷാല്ലാ. അൽഹംദുലില്ലാഹ്. വേറെ ആർക്കാണ്? ജസീല മാം, സുഹറ മാം എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? എനി ഫീഡ്ബാക്സ്, എനിത്തിങ് ടു ആഡ് ഓൺ എന്തെങ്കിലും ഇല്ലെങ്കിൽ മൈൻഡപ്പ് ചെയ്യാം. സെറ്റല്ലേ? മിസ്ന സ്റ്റോപ്പ് ചെയ്യട്ടെ. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും. മിസ്നന്റെ ഏട്ടന്റെ കല്യാണമാണ് മറ്റന്നാൾ. എല്ലാരും വരിക. അതെ അതെ എല്ലാരെയും ക്ഷണിക്കുകയാണ്. അതെ അതെ കൊട്ടക്കൽ പറപ്പൂര് ഇൻഷാല്ലാ. കോട്ടക്കൽ, മലപ്പുറം കോട്ടക്കൽ. ഓക്കെ. അസ്സലാമു അലൈക്കും. ഗുഡ് നൈറ്റ്. താങ്ക് യു.